ഇന്നത്തെ ഈശോപനിഷത്ത് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈശോപനിഷത്തിലെ ശ്ലോകം 1 നമുക്ക് എടുത്തു തരുന്നത് ഹിസ് ഗ്രേസ് രാധികേശ ശ്രീകൃഷ്ണദാസ് പ്രഭുവാണ്. അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക്. അദ്ദേഹത്തിന്റെ കർമ്മി നെയിം രാജേഷ് മേനോൻ എന്നാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഖത്തറിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ വെച്ച് 2016 കൃഷ്ണാവബോധ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുകയും ശിക്ഷാഗുരുവുമായ ബിന്ദുമതി രാധാദേവി ദസി മാതാജിയുടെ ഭക്തിവൃക്ഷയിൽ ഭക്തിയുത സേവന പരിശീലനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് നാട്ടിലേക്ക് വന്നപ്പോൾ കുടുംബസമേതം സ്വദേശമായ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിൽ സ്ഥിരതാമസമാക്കി. തുടർന്ന് കൊച്ചി ഇസ്കോണുമായി ബന്ധപ്പെട്ട് കുടുംബസമേതം തന്നെ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. 2026 മാർച്ചിൽ ഹിസ് ഹോളിനസ് ജയപതാക സ്വാമി ഗുരു മഹാരാജിൽ നിന്നും ഹരിനാമ ദീക്ഷ സ്വീകരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ഹിസ് ഗ്രേസ് രാധികേശ ശ്രീകൃഷ്ണ ദാസ് പ്രഭുവിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ജയ ശ്രീകൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 രാമ. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈശോപനിഷത്ത് 2ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ദീനനാഥ് പ്രഭു നമുക്ക് ഈശോപനിഷത്തിന്റെ അവതാരികയിലൂടെയും അതുപോലെ തന്നെ ഈശോപനിഷത്തിന്റെ ധ്യാന ശ്ലോകത്തിലൂടെയും നമ്മളെ ഒരു യാത്ര കൊണ്ടുപോവുകയുണ്ടായി അല്ലെ. നമുക്ക് അത് വിശദമാക്കി തന്നു. വളരെ വിശദമാക്കി തന്നെ ഈ അവതാരികയിൽ ശ്രീല പ്രഭുപാദർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അതുപോലെ തന്നെ ധ്യാന ശ്ലോകത്തിന്റെ കണ്ടന്റ് എന്താണെന്നുള്ള നമ്മൾ വ്യക്തമാക്കി മനസ്സിലായി. അടുത്തത് മന്ത്രം 1 അപ്പോ ഇതിന്റെ ഒരു പ്രത്യേകത 18 മന്ത്രങ്ങളുണ്ട് ഈശോപനിഷത്തില്, നമുക്കറിയാം. അപ്പോ ഈ 18 മന്ത്രത്തിൽ എല്ലാ മന്ത്രങ്ങളും പ്രധാനമാണ്. പക്ഷെ ആദ്യത്തെ മന്ത്രം വളരെ പ്രധാനം തന്നെയാണ്. ഈശാവാസ്യ തത്വമാണത്, അല്ലെങ്കിൽ ഈശാവാസ്യ സിദ്ധാന്തമാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഞാൻ എൻ്റെ പരമാവധി അത് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ ശ്രീലപ്രഭുപാദരുടെ വിവർത്തനത്തിലൂടെ, ശ്രീലപ്രഭുപാദരുടെ ഭാവാർത്ഥത്തിലൂടെ. അപ്പോൾ അത് എളുപ്പം മനസ്സിലാക്കാനായിട്ട് ഞാൻ തൽക്കാലം കുറച്ച് പവർ പോയിന്റ് സ്ലൈഡുകളിലൂടെ അത് കാണിക്കാം. കാരണം കുറച്ചും കൂടി ഒരു ഫോക്കസ് കിട്ടും എന്ന് കരുതുന്നു. അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. എല്ലാവരും സ്ക്രീൻ ശ്രദ്ധിച്ചിരിക്കുക. സ്ക്രീനിലെ കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ബുക്കിലുള്ളത് തന്നെയാണ്. ഞാനത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് കാണുമ്പോൾ കുറച്ചുകൂടി മനസ്സിൽ പതിയും, അതുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ ശ്രദ്ധിക്കുക, പറയുന്നത് കേൾക്കുക. സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. സ്ക്രീൻ കാണാമോ? ഈശോപനിഷത്ത് എഴുതി കാണാമല്ലോ അല്ലെ? കാണാം. ഓക്കെ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നു. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, സ്ക്രീനിൽ നോക്കുക, വിശദീകരണം ശ്രദ്ധിക്കുക. ഹരേ കൃഷ്ണ. ഇപ്പോ നമുക്ക് ആദ്യം ഉപനിഷത്ത്, നമ്മള് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പ്രഭു ആൾറെഡി നമുക്ക് കുറച്ച് ഇൻട്രൊഡക്ഷൻ തന്നു. എങ്കിലും നമുക്ക് ഇന്നത്തെ ഒരു ശ്ലോകത്തിന്റെ കണ്ടന്റ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട്, ഉപനിഷത്ത് എന്ന് വെച്ചാൽ 2 രീതിയിൽ നമുക്ക് ഉപനിഷത്തിനെ അറിയാം. ഒന്ന് ഉപ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് എന്നാണ് അർത്ഥം. അപ്പൊ ഉപ എന്ന് വെച്ചാൽ അടുത്ത്, നിഷിദതി എന്ന് വെച്ചാൽ കൊണ്ടുവരിക. അപ്പോ ഉപനിഷത്ത് ജ്ഞാനം എന്ന് വെച്ചാൽ, അതായത് ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് ജ്ഞാനം മനുഷ്യനെ പരമപുരുഷന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന. ഈ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ വേദം തന്നെയാണ്. വേദത്തിൽ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവർക്ക് മനസ്സിലാവും, പ്രഭു പറഞ്ഞിട്ടുണ്ടായിരുന്നു വേദത്തിൽ 4 ഭാഗങ്ങളായിട്ട് പറഞ്ഞിരുന്നു. അതിനെ ഓർക്കട്ടോ? സംഹിത, ബ്രാഹ്മണങ്ങള്, ആരണ്യകം, പിന്നെ ഉപനിഷത്ത് പറഞ്ഞു. ആ ഉപനിഷത്താണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ വേദം തന്നെയാണത്. കുറച്ചുകൂടി അതിനെ നമ്മളെന്താ പറയുക, ക്യാപ്സ്യൂൾ പോലെയാണ് നമുക്ക് തരുന്നത്. അപ്പൊ വിശദാംശമാണ്. ഒരു പർട്ടിക്കുലർ പോർഷൻ എടുത്തിട്ട്, ഒരു ഭാഗം എടുത്തിട്ട് വിശദീകരിക്കുക വളരെ പ്രധാനമാണത്. മാത്രമല്ല നമുക്കിത്
ഒരുപാട് ഉപനിഷത്തുകളിൽ നിന്ന് 108 ഉപനിഷത്തുകൾ ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പ്രഭു പറഞ്ഞു. അതിനകത്ത് 11 ഉപനിഷത്തുകൾ ഇപ്പോൾ നിലവിലുണ്ട്. അതിനകത്ത് ഈശാവാസ്യ ഉപനിഷത്ത് അല്ലെങ്കിൽ ഈശോപനിഷത്താണ് ശ്രീല പ്രഭുപാദര് നമുക്കായിട്ട് റെക്കമെൻഡ് ചെയ്ത് തന്നിരിക്കുന്നത്. കാരണം അത് അത്രയും പ്രധാനമാണ് നമ്മുടെ ഭക്തിയുത സേവനത്തിൽ നമുക്ക് പുരോഗമിക്കുന്നതിന്. അപ്പൊ ഉപ എന്ന് വെച്ചാൽ അടുത്ത്, നിഷിദ്ധതി കൊണ്ടുവരിക. അതായത് ഉപനിഷത്ത് ജ്ഞാനം മനുഷ്യനെ പരമപുരുഷന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. മറ്റൊരർത്ഥം ഉപ എന്ന് വെച്ചാൽ അടുത്ത്, അത് തന്നെ. നീ എന്ന് വെച്ചാൽ തീർച്ചയായും. ഷദ് എന്നുള്ളതിന് 3 തരം മീനിങ് ഉണ്ട്. അയവ് വരുത്തുക, നശിപ്പിക്കുക, നേടുക. അതായത് ഉപനിഷത്ത് ജ്ഞാനം തീർച്ചയായും ബന്ധനത്തെ അഴിക്കുന്നു. ഏതു ബന്ധനത്തെ? നമ്മളുടെ ഭൗതിക ബന്ധനത്തെ അഴിക്കുന്നു. നമ്മളെപ്പോഴും ഇവിടെ ബദ്ധജീവാത്മാവായിട്ട് എല്ലാ ഭൗതിക കാര്യങ്ങളിലും കെട്ടുപണിഞ്ഞ് കിടക്കുകയാണ് അല്ലെ. ദ്വന്ദ്വങ്ങളാണ്. നമുക്ക് എപ്പോഴും സന്താപം, സങ്കടം അല്ലെ, ദുഃഖം, സുഖം, ദുഃഖം അല്ലെ, ഇങ്ങനെ ഒരുപാട് മാനാപമാനം, ഇതിലെല്ലാം നമ്മൾ പെട്ട് ഇങ്ങനെ പ്രശ്നങ്ങളാണ് എപ്പോഴും. അപ്പോ അതിനെല്ലാം അയവ് വരുത്തും ഉപനിഷത്ത് ജ്ഞാനം. പിന്നെ നശിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ തന്റെ സ്വരൂപത്തെ കുറിച്ചുള്ള അജ്ഞാനത്തെ. അപ്പൊ നാം എന്താണ്? ഞാൻ ഈ ശരീരമാണോ? ഞാൻ ഈ മനസ്സാണോ? അല്ല, അതൊരു അജ്ഞാനമാണ്. നമ്മൾ കൂടുതലും നമ്മൾ പഠിക്കുന്നു ഭഗവത്ഗീതയിൽ ദേഹിനോസ്മിനി യഥാ ദേഹേ കൗമാരം യൗവനം ഒക്കെ പഠിക്കുമ്പോൾ പക്ഷെ നമുക്കത് ഉൾക്കൊള്ളാനാവാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും ശാരീരികമായ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നു അല്ലെ. ഭഗവത്ഗീതയിൽ അർജുനനെ കാണുന്ന പോലെ എതിരിൽ നിൽക്കുന്നത് വലിയ സ്വന്തം പാർട്ടിയിലും തന്റെ ബന്ധുക്കളാണ്, സുഹൃത്തുക്കളാണ് എന്ന് കാണുമ്പോൾ അദ്ദേഹം തളരുകയാണ്. കാരണം അവർ നഷ്ടപ്പെട്ടാൽ എനിക്ക് ദുഃഖം ഉണ്ടാവുന്നു അല്ലെ. ആ അദ്ദേഹത്തിന് പാപചിന്ത വരുന്നു, അല്ലെങ്കിൽ സഹാനുഭൂതി വരുന്നു, കമ്പാഷൻ, അങ്ങനെ ഒരുപാട്. കുലക്ഷയം സംഭവിക്കില്ല, അങ്ങനെ ഒരുപാട് ചിന്തകൾ വരുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ അതെന്ത് കാരണം എന്ന് വെച്ചാൽ മെറ്റീരിയൽ ബോണ്ടേജ് കൊണ്ട് സംഭവിക്കുന്നു, ഭൗതികമായ ആ ബന്ധം. അപ്പൊ ആ ബന്ധനത്തെ, അപ്പൊ അവിടെ സ്വരൂപം നമ്മൾ ആത്മാവാണ്, ഞാൻ ശാശ്വതമായ ഭഗവാന്റെ ശാശ്വതമായ അംശമാണ്. അപ്പൊ എനിക്കൊരിക്കലും മരണം സംഭവിക്കുന്നില്ല, ഇതെന്റെ ശരീരം മാത്രമാണ്, ഇതെന്റെ ഒരു ഉടുപ്പ് പോലെയാണ് എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് ഉറയ്ക്കുന്നില്ല. അതാണ് അജ്ഞാനം. ആ ചിന്ത വരാത്ത, ഇത് ശരീരമാണ് എന്നുള്ള ചിന്തയാണ് നമ്മുടെ അജ്ഞാനം. അപ്പൊ ആ ഒരു അജ്ഞാനത്തെ മാറ്റി നമ്മൾ ആത്മാവാണെന്നുള്ള ചിന്ത കൊണ്ടുവരാൻ ഒക്കെ ആയിട്ട് നമുക്കിത് സഹായിക്കും. പിന്നെ നേടുക എന്ന് വെച്ചാൽ മോക്ഷം നേടാൻ സഹായിക്കുന്നു. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപനിഷത്തിന്റെ ഒരു ഇതായിട്ട് പറഞ്ഞുള്ളൂ. ഇനി ഒരു ജനറൽ ഐഡിയ കിട്ടാൻ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ വരുന്ന തിങ്കൾ വെള്ളി ദിവസങ്ങളായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഈ 18 ശ്ലോകങ്ങളാണ്. അപ്പൊ ഇന്ന് ഞാൻ എടുക്കുന്ന 1-ാം ശ്ലോകമാണ്. ഇത് ജസ്റ്റ് ഒരു ജനറൽ ഐഡിയക്ക് പറയുന്നു. 18 മന്ത്രങ്ങളാണ് ഈ ശോഭനിഷത്തിലുള്ളത്. ധ്യാനം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ദീനാനാഥ് പ്രഭു വളരെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നു. അപ്പൊ ധ്യാനത്തില് വൈദിക ജ്ഞാനത്തിന്റെ പ്രാധാന്യമാണ് പറയുന്നത്. ഇനി മന്ത്രങ്ങൾ 1 മുതൽ 3 വരെ എടുത്തു കഴിഞ്ഞാൽ ഈശ്വരന്റെ പരമാധിപത്യത്തെ കുറിച്ച് പറയുന്നു. ജീവാത്മാവും ഈശ്വരനും തമ്മിലുള്ള ബന്ധം അവിടെ പറയുന്നു. ഇനി മന്ത്രങ്ങൾ 4 നിന്ന് 8 വരെ എടുത്തു കഴിഞ്ഞാൽ അചിന്ത്യനായ ഭഗവാനെ ഭാഗവതനു മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ, ഒരു ശുദ്ധ ഭക്തനെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ശ്ലോകങ്ങളാണ് 4 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങൾ. മന്ത്രങ്ങൾ 9 നിന്ന് 11 വരെ ശരിയായ ജ്ഞാനം വളർത്തുന്നതും തെറ്റായ ജ്ഞാനം വളർത്തുന്നതും എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. മന്ത്രങ്ങൾ 12 നിന്ന് 14 വരെ ഉപദേവതാ ഉപാസന, നിർവ്യക്തിഗത ഉപാസനയെ കുറിച്ച് പറയുന്നു. മന്ത്രങ്ങൾ 15 നിന്ന് 18 വരെ ഈശ്വരന്റെ ആധ്യാത്മിക രൂപം അനാവരണം ചെയ്യാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളെ കുറിച്ച് പറയുന്നു. അപ്പൊ ഇതിലൂടെ ഈ ഈശോപനിഷത്ത് എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുന്നതിലൂടെ നമ്മൾക്ക് ഈ ജീവിതത്തിൽ ആധ്യാത്മികമായി പുരോഗമിക്കാനും ഭൗതിക കെട്ടുപാടുകളിൽ നിന്ന്, ആ ബന്ധനങ്ങളിൽ നിന്ന് മുക്തനായി മുന്നോട്ട് നിന്നാൽ വളരെയധികം സഹായിക്കും. ഈ ഒരു കണ്ടന്റിൽ നിന്ന് തന്നെ അത് നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് മന്ത്രം, ഒന്നാമത്തെ പറഞ്ഞ മന്ത്രങ്ങൾ 1 മുതൽ 3, ഈശ്വരന്റെ പരമാധിപത്യം, ജീവാത്മാവ് ഈശ്വരൻ തമ്മിലുള്ള ബന്ധം, ഈ ഭാഗത്തിലെ 1-ാമത്തെ ശ്ലോകമാണ്. അപ്പൊ 1-ാമത്തെ ശ്ലോകം അല്ലെങ്കിൽ 1-ാമത്തെ മന്ത്രം ഇതാണ്. എല്ലാവരും കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. ഇത് മന്ത്രം ഈശാവാസ്യമിതം സർവം യത് കിംച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീത മാ ഗൃധ കസ്യ സിദ്ധനം. ഇതാണ് മന്ത്രം 1 പറയുന്നത്. അതിന്റെ അർത്ഥം, പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും ഈശ്വരന്റെ ഉടമസ്ഥതയിലുള്ളതും ഈശ്വരനാൽ നിയന്ത്രിക്കപ്പെടുന്നതുമാണ്. അതുകൊണ്ട് ഒരുവൻ തനിക്കായി നീക്കിവെക്കപ്പെട്ട അർഹമായ വസ്തുവകകൾ മാത്രം സ്വീകരിക്കുക, മറ്റുള്ളവരുടെ ധനം ആശിക്കരുത് എന്ന് പറയുന്നു. ഇതിനകത്ത് ഒരു വളരെയധികം പ്രാധാന്യമുള്ള ഈ ശ്ലോകത്തിനകത്ത് ഒരു ബൈ 1 get 1 ഫ്രീ എന്നൊക്കെ കേൾക്കില്ല, അതുപോലെയാണ് ഭഗവാൻ തന്നിരിക്കുന്നത്. ഇതിനകത്ത് ആദ്യത്തെ ഭാഗം നോക്കുക. പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും ഈശ്വരന്റെ ഉടമസ്ഥതയിലുള്ളതും ഈശ്വരനാൽ നിയന്ത്രിക്കപ്പെടുന്നതുമാണ്. ആ ഭാഗം നമുക്ക് മനസ്സിലായി.
അടുത്ത ഭാഗം പറയുന്നു, അതുകൊണ്ട് ഒരുവൻ തനിക്കായി നീക്കിവെക്കപ്പെട്ട അർഹമായ വസ്തുക്കൾ മാത്രം ചെയ്യും, മറ്റുള്ളവരെ തന്നെ ആശിക്കരുത്. ഒക്കെ നമുക്കിതെല്ലാം അറിയുന്ന കാര്യമാണ് നമ്മൾ വിചാരിക്കും, അല്ലെ? പക്ഷേ ഈ രണ്ടാമത്തെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളുടേത് മാത്രമായിട്ട് പോവുക എന്നുള്ളത് അത് പ്രാവർത്തികമാക്കി എടുക്കണമെങ്കിൽ വളരെ എളുപ്പ വഴി ബൈ വൺ ഗെറ്റ് വൺ ഞാൻ പറയാൻ കാരണം ആദ്യത്തെ ഭാഗം പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങൾ ഈശ്വരന്റെ ഉടമസ്ഥതയിലുള്ളത്, ഈശ്വരനാൽ നിയന്ത്രിക്കപ്പെടുന്നതുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ തനിയെ നമുക്ക് വന്നോളൂ. നമ്മൾ പിന്നെ നമുക്കായി നീക്കിവെക്കപ്പെട്ട അർഹമായത് മാത്രമേ പിന്നെ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. മറ്റുള്ളവരെ ഒന്നും, ധനം എന്നല്ല ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കില്ല, നമ്മുടെ പോലും നമ്മൾ ആഗ്രഹിക്കില്ല. അത്രയും നമുക്ക് ഒരു ഗുണം കിട്ടുന്നുള്ള അതാണ് ഇതിന്റെ ഒരു ഭക്തിയുത സേവനത്തിൽ, ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ നമ്മൾ മുന്നേറുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ശക്തി എന്ന് പറയുന്നത്. കാരണം ആ ഭക്തി ശക്തി നമുക്ക് ഇത്തരം ഭൗതിക കാര്യങ്ങളിൽ നിന്ന് വിരക്തി നേടാൻ നമുക്ക് സഹായിക്കും. ഇനി നമ്മൾ ഇതിന്റെ ഈ ഒരു ശ്ലോകത്തിനെ മനസ്സിലാക്കാനായിട്ട് 4ആയിട്ട് നമ്മൾ പകുക്കുന്നു. അപ്പൊ ഈ മന്ത്രം ഒന്നിനെ നമ്മൾ 4 സെക്ഷനാക്കുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ ഈ പുസ്തകത്തിൽ നമ്മുടെ ഈ ഈശാവാസ്യ ഉപനിഷത്തിൽ ശ്രീല പ്രഭുപാദരുടെ ഭാവാർത്ഥത്തിനെ ബേസ് ചെയ്തിട്ട് തന്നെ 4 സെക്ഷനായിട്ട് പ്രഭുപാദർ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന് വൈദിക ജ്ഞാനത്തിന്റെ മഹിമയെ കുറിച്ച് പറയുന്നു. പിന്നെ കൃഷ്ണൻ സർവ്വതിന്റെ ഉടമസ്ഥൻ എന്നതിനെ കുറിച്ച് പറയുന്നു. കൃഷ്ണന്റെ ഉടമസ്ഥാവകാശം അംഗീകരിക്കുക എന്നുള്ള കാര്യം പറയുന്നു. പിന്നെ മനുഷ്യജന്മത്തിലുള്ള ഉത്തരവാദിത്വം. ഈ 4 കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശാവാസ്യ തത്വം അല്ലെങ്കിൽ ഈശാവാസ്യ സിദ്ധാന്തം എന്ന് പറയുന്ന ഈ ഈശോപനിഷത്തിലെ ഈ 1ാമത്തെ മന്ത്രം നമുക്ക് ഹൃദിസ്ഥമാവും. അത് എന്താണ് ആ മന്ത്രം നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നത് എന്നുള്ളത് നമുക്ക് ഹൃദിസ്ഥം. അപ്പൊ 1ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പോകുന്നു, വൈദിക ജ്ഞാനത്തിന്റെ മഹിമ. അപ്പൊ 1ാമത്തെ ഭാവത്തിൽ ശ്രീല പ്രഭുപാദർ പറയുന്നു, വൈദിക ജ്ഞാനത്തിന്റെ മഹിമ എന്ന് വെച്ചാൽ ഈ വൈദിക ജ്ഞാനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസത്തെ ധ്യാന ശ്ലോകം എടുത്തപ്പോൾ, അവതാരികയും ധ്യാന ശ്ലോകം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ദീനാനാഥ് പ്രഭു വളരെ വിശദമാക്കുകയുണ്ടായി, അല്ലെ? അപ്പൊ ഇത് പറഞ്ഞു, ഇത് വരുന്നത് പരമ്പരയിലൂടെയാണ് അദ്ദേഹം പറയുണ്ടായിരുന്നു. അപ്പൊ വൈദിക ജ്ഞാനം കുറ്റമറ്റതാണ്. ഇനി വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, വൈദിക ജ്ഞാനം, വേദജ്ഞാനം എന്ന് പറയുന്നത് അത് മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടതല്ല. അത് കുറ്റമല്ല, അതിനകത്ത് കുറ്റങ്ങൾ ഒന്നും തെറ്റുകളൊന്നും ഉണ്ടാവില്ല. കാരണം അതിന്റെ ഒറിജിൻ, അതിന്റെ സ്രോതസ് ഭഗവാനിൽ നിന്നാണ്. അത് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്ന് അത് ബ്രഹ്മാവിലേക്ക് വന്നു. അത് പിന്നെ ഗുരുശിഷ്യ പരമ്പരയിലൂടെയാണ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്കൊരു വിശ്വാസമാണ്. അപ്പൊ ഈ ഗുരുശിഷ്യ പരമ്പര നമ്മുടെ ഭഗവത്ഗീത കയ്യിലുള്ളവർക്ക് 1ാമത്തെ അധ്യായത്തിൽ അവതാരിക കഴിഞ്ഞിട്ട് 1ാമത്തെ അധ്യായം തുടങ്ങുന്ന അവിടെ ഭഗവത്ഗീത യഥാരൂപം പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ പേജ് കാണിക്കാൻ ഞാൻ ഇതുപോലെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതായത് ആ ഒരു ഗുരുശിഷ്യ പരമ്പര, ഇതാണ് ബോണഫൈഡ് സിസ്റ്റമാണ്. അതായത് ഈ ഒരു പരമ്പര ഇത് യഥാർത്ഥമായ പരമ്പരയാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കൃഷ്ണൻ, ബ്രഹ്മാവ്, നാരദൻ, വ്യാസൻ, മധ്വാചാര്യ, ഇങ്ങനെ വരുന്ന പരമ്പരയിൽ 22ാമത് വരുന്നു ചൈതന്യ മഹാപ്രഭു. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ കലിയുഗത്തില് ചിന്നാവതാരമായിട്ട് അല്ലെങ്കിൽ ഗോപ്യാവതാരമായിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപത്തിൽ വന്നു. അതിനുശേഷം 32ാമത് കാണാം AC ഭക്തിവേദാന്ത സംപ്രഭാതം. ശ്രീല പ്രഭുപാദർ 32ാമത്തെ ഈ ഒരു പരമ്പരയിൽ 32ാമത്തെ ആചാര്യനായിട്ട്. അപ്പൊ ഇത് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്നാണ്. അപ്പൊ ഇതാണ് ഒരു പരിശുദ്ധ പരമ്പര. അപ്പൊ ഇങ്ങനെ ഒരു പരമ്പരയിലൂടെ വരുന്ന ജ്ഞാനം, ഇതിന്റെ തുടക്കം പ്രഭുപാദരുടെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കും. പ്രഭുപാദരുടെ ഭഗവത്ഗീത, വിവർത്തനം, ഭാവാർത്ഥം, ഭാഗവതം, അതുപോലെ തന്നെ ഈശോപനിഷത്ത്, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ശ്രീല പ്രഭുപാദരുടെ വിവർത്തനങ്ങൾ ഭാവാർത്ഥമായിട്ടുണ്ട്. ഇത് നമ്മൾ വായിക്കുമ്പോൾ, നമുക്ക് ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ യഥാർത്ഥ ജ്ഞാനമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു മിനിറ്റ്. അപ്പൊ ഇനി അതാണ് ഗുരുശിഷ്യ പരമ്പരയെ കുറിച്ച്. പിന്നെ അവിടെ പറയുന്നു, വേദത്തെ അപൗരുഷേയം എന്ന് പറയുന്നു. ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ തുടരുന്നു, വേദത്തെ അപൗരുഷേയം എന്ന് പറയുന്നു. അതായത് മനുഷ്യർ, സാധാരണ വ്യക്തികളാൽ, നമ്മളൊക്കെ ജീവാത്മാക്കളാണ്, നമുക്കൊക്കെ പരിമിതികളുണ്ട്, അല്ലെ? വീണ്ടും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യം പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 4 ന്യൂനതകളെ കുറിച്ച് ദീനാനാഥ് പ്രഭു വളരെ വിശദമാക്കി പറയുന്നുണ്ടായിരുന്നു. ഈ 4 ന്യൂനതകൾ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ പരിപൂർണരല്ല. അതുകൊണ്ട് പരിപൂർണ ജ്ഞാനമായ ഈ വേദം നമ്മൾക്ക് ഉണ്ടാക്കാനോ എഴുതാനോ സാധിക്കില്ല. അതാണ് അത് ഭഗവാനിൽ നിന്ന് വരുന്നതെന്ന് പറയുന്നത്. അപ്പൊ ജീവാത്മാക്കള് സാധാരണ വ്യക്തികളാണ്. ആ 4 ന്യൂനതകൾ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും ഓർക്കുന്നുണ്ടാവും. എന്നാൽ ജസ്റ്റ് ഒരു ഓർമ്മയ്ക്കായിട്ട് ഞാനിവിടെ കാണിക്കുന്നു. ബദ്ധജീവാത്മാക്കളുടെ 4 ന്യൂനതകളാണ്. ഒന്ന്, തെറ്റുപറ്റുന്നു, മായയ്ക്ക് വശംവദനാണ്, വഞ്ചിക്കാനുള്ള പ്രവണതയുണ്ട്, അപൂർണങ്ങളായ ഇന്ദ്രിയങ്ങളുണ്ട്.
അപ്പൊ ഈ പോരായ്മകൾ കാരണം ജീവസത്തയ്ക്ക് പരിപൂർണമായ അറിവ് നൽകാൻ കഴിയില്ല. അത് ഭഗവാന് തന്നെ ഭഗവാനിൽ നിന്ന് ഭഗവാന്റെ ആ ഒരു ശുദ്ധഭക്തരിലൂടെ തന്നെ വന്നാലേ നമുക്കത് ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം അറിയുക. അതുപോലെ തന്നെ സ്വതന്ത്രമായ നിരീക്ഷണത്തിലൂടെയോ മാനസിക ഊഹാപോഹങ്ങളിലൂടെയോ ഒന്നും നമുക്ക് ആത്മീയ ജ്ഞാനം നേടാൻ കഴിയില്ല. പകരം അതൊരു അംഗീകൃത ഗുരുശിഷ്യ പരമ്പരയിലൂടെ ലഭിക്കുന്ന നിർദ്ദേശങ്ങളിലൂടെ തന്നെയാണ് നമുക്കത് കൈവരിക്കാനാവുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും ഓർത്ത് തന്നെ ഇരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഗുരുശിഷ്യ പരമ്പരയുടെ പ്രാധാന്യം വരുന്നത്. അതാണ് ശ്രീല പ്രഭുപാദരുടെ യഥാരൂപം പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും. കാരണം ആ പരമ്പര നമ്മൾക്കറിയാം, അത് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ തുടങ്ങിയ പരമ്പരയാണ്. അത് വെറുതെ എഴുതി വെച്ചിരിക്കുന്ന ആ പേരുകളെല്ലാം നമുക്ക് നോക്കിയാൽ ഓരോ വ്യക്തി അദ്ദേഹത്തിന്റെ ഗുരു ആരാണ് അങ്ങനെ പോയാൽ അത് ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെ എത്തിച്ചേരുമെന്ന് നമുക്കറിയാം. അപ്പൊ ഈ 4 ന്യൂനതകളുള്ള ഒരു ബദ്ധജീവാത്മാവിന് ഒരു കാരണവശാലും ഇത്രയും പൂർണ്ണമായ ഒരു ഗ്രന്ഥം രചിക്കാൻ സാധിക്കില്ല. വേദം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഒരു മാനുവലാണ്. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജീവാത്മാവ് എങ്ങനെ ജീവിക്കണം എന്നുള്ളതെല്ലാം അതിനകത്ത് എഴുതപ്പെട്ടിട്ടുണ്ട്. ഇനി വേദത്തെ അപൗരുഷേയം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, കാരണം അത് ഭഗവാനാണ് രചിക്കപ്പെട്ടത്. ഇനി രണ്ടാമത്തെ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് കൃഷ്ണൻ സർവോത്തമൻ പരിപൂർണൻ അന്യൂനൻ. ഇപ്പോ ഭഗവാൻ നമ്മൾ പറയുന്നു നമ്മൾ ജീവാത്മാക്കൾക്ക് ന്യൂനതകളുണ്ട് അല്ലെ. അപ്പൊ നമ്മള് ന്യൂനതയുള്ള വ്യക്തി. ഭഗവാൻ അന്യൂനനാണ്, എന്ന് വെച്ചാൽ ന്യൂനതകൾ ഇല്ലാത്തവനാണ്. ഭഗവാൻ പരിപൂർണനാണ് അല്ലെ, സർവ്വതിപൂർണ്ണ. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാഥരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. അപ്പൊ സർവകാരണ കാരണമാണ് ഭഗവാൻ. ബ്രഹ്മാവ് ബ്രഹ്മസംഹിതയില് പറയുന്നു, അതായത് ഭഗവാനാണ് ആദി ദൈവം. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഭഗവാന മുകളിൽ ആരുമില്ല. അതാണ് നമ്മളുടെ ശ്രീമദ് ഭാഗവത്തിന്റെ 1-ാമത്തെ ശ്ലോകത്തില് പറയുന്നു, ഓം നമോ ഭഗവതേ വാസുദേവായ പറഞ്ഞിട്ട് പറയുന്നത് എന്താണ്? ജന്മാദ്യസ്യ യഥോന്യാത് ഇതരതശ്ചേർത്ഥാത് അഭിജ്ഞസ്വരാട് അല്ലെ. ഭഗവാൻ അഭിജ്ഞനുമാണ്, സ്വരാടുമാണ്. അതായത് ഭഗവാൻ അഭിജ്ഞൻ എന്ന് വെച്ചാൽ സമ്പൂർണ്ണ ജ്ഞാനം ഉള്ളവനാണ്, സ്വരാടാണ്, സ്വതന്ത്രനാണ്. മുകളിൽ ആരുമില്ല ഭഗവാൻ. നമ്മൾ അങ്ങനെയാണോ? ഇല്ല. നമുക്ക് പരിപൂർണ ജ്ഞാനവുമില്ല, സ്വാതന്ത്ര്യവുമില്ല അല്ലെ. അതിനെ കുറിച്ചെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച് കേട്ടതാണ്. സ്വന്തം സ്ഥലം പോലും അല്ലെ നമ്മൾക്ക് നമ്മുടേതല്ല എന്നുള്ളതാണ് അല്ലെ. നമുക്ക് അതിന് ടാക്സ് കൊടുക്കേണ്ടിയൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടായിരുന്നു. അപ്പൊ അതുപോലെ, പക്ഷെ ഇവിടെ ഭഗവാനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഭഗവാൻ പരിപൂർണനാണ്. പിന്നെ ധ്യാന ശ്ലോകം ഓർക്കുന്നുണ്ടാവും അല്ലെ. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യതേ അല്ലെ. ഏവാ അവശിഷ്യതയാണ്. ഭഗവാൻ പൂർണ്ണനാണ്. ആ പൂർണ്ണത്തിൽ നിന്ന് എന്ത് ഉത്ഭവിച്ചാലും അല്ലെ എന്ത് ഉണ്ടായാലും അതെല്ലാം സ്വയം പൂർണ്ണങ്ങളായിരിക്കും അല്ലെ. സ്വയം പൂർണ്ണങ്ങളായിരിക്കും. പക്ഷെ അതിൽ നിന്ന് എത്ര എടുത്താലും ആ പൂർണ്ണൻ ഒരിക്കലും കുറയുന്നില്ല അല്ലെ. അവശിഷ്യത അത് അതുപോലെ തന്നെ അവശേഷിക്കുന്നു. എങ്ങനെയുണ്ടോ അതുപോലെ തന്നെയാണ്. അതാണ് ഭഗവാൻ. നമുക്ക് അങ്ങനെ ഒരു കാര്യം ഇവിടെ കാണിക്കാൻ സാധിക്കില്ല അല്ലെ. നമ്മുടെ ഇതിനകത്തൊന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ഒരു ജീവാത്മാവിനും അങ്ങനെ ആകാൻ സാധിക്കില്ല. അപ്പോ ജീവനുള്ളതും ഇല്ലാത്തതുമായ സർവവും അന്തിമമായി കൃഷ്ണന്റെ നിയന്ത്രണത്തിലാണ്. അതെല്ലാവരും മനസ്സിലാക്കും. സർവചരാചരങ്ങളും ചരവും അചരവും എല്ലാം ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. പരമമായ ഉടമസ്ഥാവകാശമാണ് ഭഗവാനുള്ളത്. അപ്പോ ഭഗവാന്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വശമല്ല. ഭഗവാന്റെ തന്നെ നിയന്ത്രണത്തിലാണ് ഭൗതിക പ്രകൃതി. അതിന്റെ നിയമങ്ങൾക്ക് ഭഗവാൻ വശമതനാണ്. കാരണം അത് ഭഗവാന്റെ തന്നെ സൃഷ്ടികളാണ്. അപ്പൊ അതിലൊരു നിയമം ഉണ്ടെങ്കിൽ അത് ഭഗവാനെ അത് ബാധിക്കുന്നില്ല. ഭഗവാൻ അതിനും അപ്പുറത്താണ് നിൽക്കുന്നത്. അവിടുന്ന് എല്ലാ ശക്തികളുടെയും ഉടമസ്ഥനാണ്. അദ്ദേഹത്തെ എല്ലാത്തിന്റെയും ഉറവിടമാണ്. എല്ലാറ്റിനെ കുറിച്ച് ജ്ഞാനം എല്ലാവർക്കും ഹിതകാരിയാണെന്ന് പറയുന്നു. ഇനി തുടരുന്നു ഭാവാർത്ഥത്തില്. അഗ്നി ചൂടിന്റെയും പ്രകാശത്തിന്റെയും രൂപത്തിൽ ഊർജത്തെ വിതരണം ചെയ്യുന്നത് പോലെ ഭഗവാൻ അവിടുത്തെ വിവിധ ശക്തികളെ വ്യത്യസ്ത രീതിയിൽ പ്രദർശിപ്പിക്കുന്നു അല്ലെ. നമുക്ക് അറിയാം, അഗ്നി എന്ന് പറയുന്നത് അല്ലെങ്കിൽ തീ എന്ന് പറയുന്ന ഫയർ എന്ന് പറയുന്ന അഗ്നി ചൂടിന്റെയും പ്രകാശത്തിന്റെയും രൂപത്തിലാണ് ഊർജം പുറത്തേക്കുന്നത് അല്ലെ. അതുപോലെയാണ് ഭഗവാൻ വ്യത്യസ്ത രീതിയിൽ. അപ്പൊ അഗ്നി എന്ന് പറയുന്നതിന്റെ ഊർജം എങ്ങനെ വരുന്നത്? ചൂടായിട്ട് വരുന്നു, പ്രകാശമായിട്ട് വരുന്നു. പല രീതിയല്ല, 2 രീതിയിൽ. ഒന്ന് നമുക്ക് ചൂട് തൊട്ട് പൊള്ളുമ്പോ അറിയും, ഒന്ന് നമുക്ക് പ്രകാശം കണ്ടറിയുന്നു അല്ലെ. ഓരോ ഇന്ദ്രിയങ്ങളിലത്. അതുപോലെയാണ് ഭഗവാന്റെ കാര്യം. ഭഗവാൻ ഓരോരോ വ്യത്യസ്ത രീതികളിലാണ് അദ്ദേഹത്തിന്റെ ഊർജങ്ങൾ പുറത്തേക്ക് വരുന്നത്. അവിടുത്തെ അചിന്ത്യമായ ഐശ്വര്യം, ശക്തി, കീർത്തി, സൗന്ദര്യം, ജ്ഞാനം, വിരക്തി ഇതെല്ലാം
അദ്ദേഹത്തെ ഇതെല്ലാം കൊണ്ട് അദ്ദേഹം പൂർണ്ണനാണ്. അതാണ് ഷഡൈശ്വര്യങ്ങൾ. അപ്പൊ ഭഗവാന് അചിന്ത്യമായ ഐശ്വര്യമുണ്ട്. ഇപ്പൊ നമ്മൾ പറയും നമുക്ക് ഐശ്വര്യമുണ്ട് അല്ലെ, ഭൗതിക ലോകത്ത് നമുക്ക് ഐശ്വര്യമുണ്ട്, നമുക്ക് ശക്തിയുണ്ട്, കീർത്തിയുണ്ട്, സൗന്ദര്യം, ജ്ഞാനം, ഇതൊക്കെ ഉണ്ട്. പക്ഷെ വിരക്തി വളരെ കുറവായിരിക്കും. എങ്കിലും അതുകൊണ്ട് വിരക്തി ഉള്ളവരുണ്ട്, റിനൗൺസിയേഷൻ. പക്ഷെ ഭഗവാൻ ഇതിന്റെ എല്ലാം സ്രോതസ്സാണ്, അചിന്ത്യമാണ് ഭഗവാന്റെ അടുത്ത്. നമുക്ക് ഒരിക്കലും ചിന്തിക്കാനാവാത്ത അത്രയുമാണ് ഇതിൽ നിന്നാണ് നമ്മൾക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ഭൗതികമായി കിട്ടുന്ന എന്തും ഐശ്വര്യവും ശക്തിയും കീർത്തിയും എല്ലാം വളരെ വളരെ താൽക്കാലികമാണ്. ഇപ്പൊ നമ്മൾ പറയുന്ന ശക്തിയുടെ കാര്യം അർജുനന്റെ ഭാഗവത്തില് പറയുന്നുണ്ട്. അർജുനൻ ഈ കുരുക്ഷേത്ര യുദ്ധം എല്ലാം കുരുക്ഷേത്രത്തിൽ നമുക്കറിയാല്ലേ, അത്രയും ശക്തിമാനായിരുന്നു അർജുനൻ അല്ലെ, ഭഗവത്ഗീതയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഭഗവാന്റെ അവതാര ഉദ്ദേശം കഴിഞ്ഞ് ഭഗവാൻ ദ്വാരകയിലേക്ക് കുരുക്ഷേത്രത്തിൽ നിന്നും ഹസ്തിനപുരത്ത് നിന്നും ദ്വാരകയിലേക്ക് മടങ്ങിയതിനു ശേഷം ഭഗവാൻ പോയതിനു ശേഷം കാണാനാവാതെ വളരെ സങ്കടപ്പെടുകയാണ് ഹസ്തിനപുര നിവാസികൾ, എസ്പെഷ്യലി നമ്മുടെ പാണ്ഡവരെല്ലാം. അപ്പൊ അങ്ങനെ അർജുനനെ യുധിഷ്ഠിരൻ പറഞ്ഞു വിട്ട് അർജുനൻ പോയിട്ട് തിരിച്ചു ഒരു 7 മാസമായിട്ട് കാണുന്നില്ല. അതിന്റെ വേവലാതി ഭാഗവത്തിൽ എല്ലാവരും വായിക്കുന്നവർക്ക് വിശദമായിട്ട് അറിയാം. ആ വേവലാതിയിൽ ഇരിക്കുന്ന ഭീമനോട് പറയുന്നു അവനെവിടെ പോയി, കാണുന്നില്ല, അർജുനനെ കാണുന്നില്ല, ഭഗവാൻ എന്തെങ്കിലും പറ്റുമോ, ഭഗവാൻ പോയോ എന്നൊക്കെ പറഞ്ഞ് ആ അർജുനൻ തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വന്നിട്ട് കാര്യം അറിയുന്നു ഭഗവാൻ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് അർജുനൻ പറയുന്നു. അപ്പോ അർജുനന് അവിടെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. അർജുനൻ തോൽപ്പിക്കപ്പെടുന്നുണ്ട് അല്ലെ, അർജുനന്റെ ശക്തി നഷ്ടപ്പെടുന്നുണ്ട്. യാദവരുമായിട്ടൊരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. ഭഗവാന്റെ പത്നിമാരെ അവര് അപഹരിക്കാൻ ശ്രമിക്കുന്ന പോലെ എല്ലാം ഭഗവാന്റെ ലീലകളാണ്. അത് മറ്റൊരു കഥയാണ്. പക്ഷെ അവിടെ പറഞ്ഞു വരുന്നത് അവിടെ അർജുനൻ ഇത്രയും വലിയ യുദ്ധം ചെയ്ത യോദ്ധാവ് അർജുനന് ഈ കുറച്ച് യാദവരെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഭഗവാൻ ആ ആവശ്യം കഴിഞ്ഞപ്പോൾ അർജുനന്റെ ശക്തി എടുത്തു. പക്ഷെ അതിന് മറ്റൊരു വശമുണ്ട്. ആ യാദവരെന്ന് പറയുന്നത് അത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണന്റെ തന്നെ ഒരു കൃഷ്ണൻ തന്നെയാണ് അവരായിട്ട് വന്നതും ഇതെല്ലാം ചെയ്തത്. ഇത് മറ്റൊരു രീതിയാണ്. പക്ഷെ പറഞ്ഞു വരുന്നത് നമ്മൾ ശക്തിയുണ്ട്, ഐശ്വര്യമുണ്ട്, കീർത്തി, സൗന്ദര്യം, ജ്ഞാനമുണ്ട് എന്ന് വെച്ച് ഒരിക്കലും അഹങ്കരിക്കരുത്. കാരണം ഇതെല്ലാം ഈ ഒരു മനുഷ്യ ജീവിതത്തിൽ നമ്മൾ ഭക്തിയുത സേവനത്തിൽ പുരോഗമിക്കാൻ, ഭഗവാന്റെ അടുത്തേക്ക് തന്നെ ചെല്ലാനുള്ള ആ ഒരു മാർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് തരുന്ന കാര്യങ്ങളാണ്. അത് നമ്മളുടെ മുജ്ജന്മ സുഹൃതം കൊണ്ടാവാം, അല്ലെങ്കിൽ ആ കർമ്മഫലങ്ങൾ കൊണ്ടെല്ലാം വരുന്നു. പ്ലസ് ഭഗവത് അനുഗ്രഹം കൊണ്ട് കിട്ടുന്നതാണ്. അപ്പൊ അതില് നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. അതെല്ലാം നമ്മൾ എന്തിനേക്ക് ഉപയോഗിക്കണം? ഭഗവത് സേവനത്തിലേക്കാണ് ഉപയോഗിക്കണം. കാരണം ഭഗവാനാണ് അതിന്റെ അചിന്ത്യമായ സ്രോതസ്. പിന്നെ അവിടുന്ന് അത്തരത്തിൽ സകലതിന്റെയും പരമമായ നിയന്താതാവും രക്ഷകനും നിർദ്ദേശകനുമായി വർത്തിക്കുന്നു എന്ന് പറയുന്നു. ഓക്കെ, എല്ലാത്തിന്റെയും ഒരു രക്ഷകനാണ്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതും ഭഗവാനാണ്. മൂന്നാമത്തെ ഇതിൽ വരുമ്പോൾ കൃഷ്ണന്റെ ഉടമസ്ഥാവകാശം അംഗീകരിക്കുക എന്നുള്ളതിലേക്ക് വരുന്നു. അപ്പോ ഇവിടെ ഈ മൂന്നാമത്തെ സെക്ഷനിൽ ജീവസത്തയും ഈശ്വരനെ കുറിച്ചും പറയുന്നു. ഒരു മിനിറ്റ്, രണ്ടാമത്തെ ഒരു കാര്യം ഇതിന്റെ ഇടയിൽ ഒരു പേജ് രണ്ടാമത്തെ പകുതിയിലേക്ക് പോയി. ഒരു പ്രധാന കാര്യം പറഞ്ഞില്ല. രണ്ടാമത്തെ ഒരു പേജ് സ്കിപ്പായി. കൃഷ്ണന്റെ ശക്തികൾ അത് പറഞ്ഞിട്ട് വേണമായിരുന്നു മറ്റത് പറയാൻ. കൃഷ്ണന്റെ ശക്തികൾ പറയുമ്പോൾ പ്രഭാതിലൂടെ ഭാവാർത്ഥത്തിൽ വിശദമാക്കിയിരിക്കുന്നു. അപരാശക്തി ആൻഡ് പരാശക്തി ആയിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അപരാശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അധമശക്തിയാണ്, അതായത് ഭൗതിക ശക്തിയാണ്. പരാശക്തി എന്ന് വെച്ചാൽ ഉത്കൃഷ്ട ശക്തിയാണ്, ജീവസത്തൻ. ഇതെവിടെ നമുക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവത്ഗീത 7.4, 7.5 ശ്ലോകങ്ങൾ എടുത്ത് നോക്കുക. ഭഗവത്ഗീത എല്ലാവരും കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്താണ്. അപ്പൊ ഭഗവത്ഗീത 7.4 പറയുന്നുണ്ട്, ഭൂമിരാപോ അനലോ വായുഖം മനോ ബുദ്ധിരേവച്ച അഹങ്കാര ഇതീയമ്മേ ഭിന്ന പ്രകൃതി രക്ഷത. അപ്പൊ എന്റെ ഭൂമി അല്ലെ, എന്റെ അധമമായ ഈ ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം അല്ലെങ്കിൽ മിഥ്യാഹങ്കാരം, ഇത് ഈ 8 അടങ്ങുന്നതാണെന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പൊ അതെന്റെ അധമമായ ശക്തിയാണ് അല്ലെ. ഭഗവാന്റെ അസംഖ്യം ശക്തികളുണ്ട് ഭഗവാന്. അപ്പൊ അതിനകത്ത് ഇപ്പോ ഭഗവാന്റെ അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തി എന്ന് പറയുന്നത്. അന്തരംഗ ശക്തി എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദമാണ് ഭഗവാന്റെ അന്തരംഗ ശക്തി. ബഹിരംഗ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ അധമ ഭൗതിക പ്രകൃതിയാണ്. ഭഗവാന്റെ തടസ്ഥ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഉത്കൃഷ്ട ശക്തി, ജീവസത്തകളാണ്. അപ്പൊ പരാപ്രകൃതി അപരാപ്രകൃതിയെ കുറിച്ച് പറയുന്നു. മറ്റൊരു പ്രധാന കാര്യം, ഈ ഒരു പ്രപഞ്ചത്തിൽ പരാപ്രകൃതിയുടെയോ അപരാപ്രകൃതിയുടെയോ അല്ലാത്തതായി യാതൊന്നും പ്രപഞ്ചത്തിലില്ല. നോക്കിയാൽ അറിയാം. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം അല്ലെ. പിന്നെ ജീവസത്തകൾ എന്ന് പറയുമ്പോൾ അത് മനുഷ്യനായി ജീവികൾ, എല്ലാ ജീവികളുമായി, നമ്മുടെ സസ്യങ്ങള്, മൃഗങ്ങൾ അടക്കം എല്ലാ ജീവികൾ, ജനിച്ചതെല്ലാം അതിനകത്ത്. അപ്പോ ജീവനുള്ളത് എല്ലാം അതിനകത്ത് പെടും. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാവും,
പരാശക്തിയും അല്ലെങ്കിൽ അപരാശക്തിയും അല്ലെങ്കിൽ പരാപ്രകൃതിയും പരാപ്രകൃതിയുടെയും ഭാഗമല്ലാത്ത ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം എന്ത് മനസ്സിലാവുന്നു? ആകയാൽ സർവ്വതിന്റെ ഉടമസ്ഥൻ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഇതാണ് 7.45 ഭഗവാൻ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അപ്പൊ ഇത് പ്രധാനമായിട്ട് മനസ്സിലാവും. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്തിനാണ് ഇതെല്ലാം പറഞ്ഞത്? ഈശാവാസ്യത്തിൽ. ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്, അല്ലെ? നമ്മൾ പറയും ഇതിലെ എല്ലാത്തിന്റെയും ഉടമസ്ഥൻ ഭഗവാനാണ്, എല്ലാത്തിന്റെയും നിയന്ത്രാതാവ് ഭഗവാനാണ്. ഇത് നമ്മൾക്ക് മനസ്സിൽ ഹൃദയസ്ഥമായാൽ നമുക്കായി അനുവദിക്കപ്പെട്ടത് മാത്രമേ പിന്നെ ജീവിതത്തിൽ സ്വീകരിക്കുകയുള്ളൂ, അല്ലെ? മറ്റൊന്നും ആഗ്രഹിക്കില്ല, ആശിക്കില്ല, ഒന്നും ചെയ്യില്ല, സ്വീകരിക്കുക പോലുമില്ല. അപ്പോ ഇതാണൊരു രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞത്. പിന്നെ നമ്മളിത് പറഞ്ഞു ജീവനില്ലാത്തതിന്റെ വിശദീകരണമായിരുന്നു. മൂന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് പറയുന്നു, ഭാവാർത്ഥ പ്രഭാതിൽ പറയുന്നു, കൃഷ്ണന്റെ ഉടമസ്ഥാവകാശം അംഗീകരിക്കുക. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോ കുറച്ചുകൂടി മനസ്സിലാക്കാനായിട്ട് പറയുന്നു, ജീവസത്തി ഈശ്വരനും. അപ്പൊ ഭഗവാൻ പരമാത്മാവാണ്, ഭഗവാൻ വിഭു ചൈതന്യമാണ്. വിഭു ചൈതന്യം എന്ന് പറയും, അതായത് മഹത്തരം. വിഭു എന്ന് വെച്ചാൽ മഹത്തരമാണ്. ജീവാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അണുചൈതന്യമാണ്, എന്ന് വെച്ചാൽ നിസ്സാരനാണ്. ഭഗവാന്റെ അംശമാണ് നമ്മൾ, ഭഗവാന്റെ അംശമാണ്. ഭഗവാന്റെ അംശമായതുകൊണ്ട് നമുക്ക് ഭഗവാന്റെ ഗുണങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷെ ഇത് ഒരിക്കലും അളവിൽ തുല്യമാകില്ല. ഗുണത്തിൽ നമ്മൾ ഭഗവാന്റെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകാൻ നമുക്ക് സാധിക്കും. പക്ഷെ നമ്മൾ അളവിൽ തുല്യമല്ല. പിന്നെ പ്രധാന കാര്യം, രണ്ട് കൂട്ടരും സനാതനാണ്, ശാശ്വതമാണ്, എറ്റേണലാണ്, അല്ലെ? സച്ചിദാനന്ദമാണ്, സത്ത് ചിത്ത് ആനന്ദമാണ്. സച്ചിദാനന്ദ സ്വരൂപനാണ് ഭഗവാൻ, അല്ലെങ്കിൽ സച്ചിദാനന്ദ വിഗ്രഹനാണ് ഭഗവാൻ. ഭഗവാന് സത് എന്ന് പറയുന്നതുണ്ട്, ഭഗവാന്റെ എറ്റേണൽ പൊട്ടൻസിയാണ്, അല്ലെങ്കിൽ സംവിത് ശക്തിയാണ്. പിന്നെ സന്ധിനി ശക്തിയാണ്. പിന്നെ ഭഗവാന്റെ ചിത്ത് എന്ന് പറയുന്നത് ഭഗവാന്റെ ജ്ഞാനമാണ്, അല്ലെ? നോളജ് പൊട്ടൻസിയാണ്, അല്ലെങ്കിൽ അതാണ് ഭഗവാന്റെ സംവിത് എന്ന് പറയുന്ന ശക്തി. പിന്നെ ഉള്ളത് സത് ചിത്ത് ആനന്ദം. ആനന്ദമാണ് ഭഗവാന്റെ ഹ്ലാദിനി ശക്തിയാണ്. അപ്പൊ ഇതിനകത്ത് ഇതെല്ലാം സന്ധിനി, അതായത് ശാശ്വതമാണ് ഭഗവാൻ, എറ്റേണലാണ്. അപ്പൊ ഈ ഭഗവാൻ ശാശ്വതനായതുകൊണ്ട് ഭഗവാൻ ഒരിക്കലും നാശമില്ല. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അംശമായ ജീവാത്മാവിന് ഒരിക്കലും നാശമില്ല. നമുക്ക് മരണമേ ഇല്ല. പക്ഷെ നമ്മള് ശരീരം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ തന്നെ ഇല്ലാണ്ടായി എന്ന് വിചാരിക്കാൻ കാരണം നമ്മൾ ശരീരമാണെന്നുള്ള നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു ചിന്ത വരുന്നു. ആ ഒരു അജ്ഞാനം, ആ അജ്ഞാനത്തിനെ ധരിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തു വരാനും നമ്മുടെ ജീവിതം വളരെ ഭക്തിയുത സേവനത്തിൽ മുഴുകി തന്നെ മുന്നോട്ട് പോകാനും മനുഷ്യജന്മത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്താനും നമുക്ക് സാധിക്കും. ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം, ശ്രീമദ് ഭാഗവതത്തിന്റെ ഒന്നാം സ്കന്ധം 2-ാം അധ്യായം 17-ാമത്തെ ശ്ലോകം. അത് പറയുന്നുണ്ട്, വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനത്യാശു വൈരാഗ്യം ജ്ഞാനം ച യത് അഹേതുകം എന്ന് പറയുന്നുണ്ട്. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത, അതായത് ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് ഏർപ്പെടുമ്പോൾ ജനയതി ആശ വൈരാഗ്യം, ജനയതി ആശ നമുക്ക് ഉണ്ടാകുന്നു. എന്തുണ്ടാകുന്നു? ആശ. ജനയതി ആശ എന്ന് പറഞ്ഞാൽ തൽക്ഷണം ഉണ്ടാകുന്നു. ജനത്യാശ വൈരാഗ്യം, എന്തൊക്കെ ഉണ്ടാകുന്നു? വൈരാഗ്യം, അതായത് റിനൗൺസിയേഷൻ, വിരക്തി നമുക്ക് ഉണ്ടാകുന്നു. ജ്ഞാനം ച യത് അഹൈതുകം, നമുക്ക് അഹൈതുകമായ ജ്ഞാനവും വിരക്തിയുണ്ട്. അഹൈതുകമാണ്, കോസ്ലെസ്. അഹൈതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അകാരണമാണ്. പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. കാരണം എനിക്ക് അത് ചെയ്തുകൊണ്ട് ഇത് കിട്ടി. ഇവിടെ കിട്ടുന്നതിന്റെ കാരണം ഇത്രേ ഉള്ളൂ, ഭക്തിയുത സേവനം. അപ്പൊ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ നമ്മൾ ശുദ്ധഭക്തനായിട്ട് മുന്നേറാൻ നമുക്ക് സാധിച്ചാൽ അഹൈതുകമായ വിരക്തിയും അഹൈതുകമായ ജ്ഞാനവും നമുക്ക് കിട്ടും. ആ ജ്ഞാനം നമുക്ക് വരുമ്പോൾ നമ്മുടെ അജ്ഞാനം ദൂരീകരിക്കപ്പെടും. ജ്ഞാനം വെളിച്ചം പോലെയാണ്. അത് വരുമ്പോൾ ഇരുട്ട് പോകും. ഇരുട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരമാണെന്നുള്ള ചിന്തയാണ്. അപ്പൊ ഭഗവാന്റെ ഭക്തിയുത സേവനമാണ് മരുന്ന്. അത് ചെയ്താൽ മാത്രം മതി. ഭഗവാനെ മനസ്സിലാവും. അതുകൊണ്ട് അത് തന്നെയാണ് ഈശാവാസ്യ തത്വം. മറ്റു രീതി പറഞ്ഞ ഈശാവാസ്യം ഇതം സർവം, അല്ലെ? ഈ പ്രപഞ്ചത്തിലെ സർവ്വതും ഭഗവാന്റെ ആണെന്ന് മനസ്സിലാക്കുക. ആ ഉടമസ്ഥാവകാശം നമ്മൾ അംഗീകരിക്കുക. അപ്പൊ നമ്മൾ ഭഗവാന്റെ അംശം തന്നെയാണ്, സനാതനാണ്. നമ്മളൊന്നും പിടിച്ചടക്കാൻ ശ്രമിക്കേണ്ട. ഭഗവാൻ നമുക്കുള്ളത് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അവകാശപ്പെട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഭൗതികമായി വെട്ടിപ്പിടിക്കുവാനല്ല, നമ്മൾ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജന്മത്തെ നമ്മൾ ഉപയോഗപ്പെടുത്താനാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി
പിന്നെ തുടരുന്നു, ജീവസത്തയുടെ അജ്ഞതയെ കുറിച്ച് പറയുന്നു. അസ്തിത്വത്തിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മൂലം മറ്റുള്ളവരുടെ ഭൗതിക വസ്തുക്കളെ ആസ്വദിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾക്ക് അറിയില്ല, അല്ലെ, നമ്മള് ഭഗവാന്റെ അംശമാണ്, നമ്മൾ ജീവാത്മാവാണ്, നമുക്ക് ഭഗവാൻ, അല്ലെ, ഈ എന്താ എന്താ കുറിച്ച് എന്താ വാകേറിയ ദൈവം അതിന് ഇരയും കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്ന പോലെ നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുള്ളത് വസ്തുവകകൾ തന്നിട്ടുണ്ട്. അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. ഭഗവാൻ തരുന്നത് നമ്മളുടെ ആഗ്രഹം അനുസരിച്ചല്ല, അല്ലെ. ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ചിലർ പറയും ഭഗവാൻ എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല. അപ്പൊ പറയും, ഓ, ഞാൻ എന്തോരം വിളക്ക് വെച്ച് എന്തോരം പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നു, എവിടെ ഒരു കാര്യവും കിട്ടുന്നില്ല, എനിക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് സ്വന്തം ആഗ്രഹം നടപ്പിലാക്കാത്ത വരുമ്പോൾ വിശ്വാസക്കുറവ് വരുന്നു. ആഗ്രഹങ്ങൾ അനുസരിച്ച്, നമ്മുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചല്ല ഭഗവാൻ തരുന്നത്. ഭഗവാൻ അതാണ്. അതിന് നമുക്ക് ആമസോൺ ഉണ്ട്, അല്ലെ, ഒരുപാട് ഡെലിവറി ബോയ്സ് ഒക്കെ വരുന്ന ആമസോൺ അല്ലെങ്കിൽ സ്വിഗ്ഗി അങ്ങനെയുള്ളതിലൊക്കെ പറഞ്ഞ് ഓർഡർ ചെയ്താൽ നമുക്ക് ഈ സാധനങ്ങൾ കിട്ടും. ഭഗവാൻ അങ്ങനെ ഒരു സപ്ലയർ അല്ല. ഭഗവാൻ തരും നമ്മൾക്ക്. ഭക്തിയുത സേവനത്തില് നമ്മൾ മുന്നേറി കഴിഞ്ഞാൽ ഭഗവാൻ തരാം. അനന്യ ചിന്തയന്തോമ ഏ ജനാം പരിവാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഭഗവാൻ തന്നെ സ്വയം കൊണ്ടുതരും. അനന്യാശ്ചിന്തയെന്നും അനന്യമായി മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കാതെ ഭഗവത് ഭക്തി സേവനം, ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിൽ നമ്മൾ മുഴുകുകയാണെങ്കിൽ ഭഗവാനാണ് സർവ്വദിവ്യോത്തമ പുരുഷൻ എന്നുള്ള ആ ഒരു ജ്ഞാനം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ ഭക്തിയുടെ സേവനത്തിൽ ഭഗവാനെ മാത്രം ആശ്രയിച്ച് മുന്നേറുകയാണെങ്കിൽ ഭഗവാൻ വേണ്ടതെല്ലാം നമുക്ക് തരും. അല്ലാതെ നമ്മള് എനിക്കത് കിട്ടിയില്ല അങ്ങനെയല്ല നമ്മൾ കരുതേണ്ടത്. ഭഗവാൻ നമ്മളുടെ ആഗ്രഹം അനുസരിച്ചല്ല കാര്യങ്ങൾ തരും, നമ്മളുടെ അർഹതയനുസരിച്ചാണ് തരുന്നത്, അല്ലെ, ഡിസയർ അനുസരിച്ചല്ല, എന്താ ഡിസർവ് ചെയ്യുന്നത് അതനുസരിച്ചാണ് തരുന്നത്. അപ്പൊ അർഹതയനുസരിച്ചാണ്. അപ്പൊ നമുക്ക് അർഹതയുണ്ടെങ്കിൽ തീർച്ചയായും കിട്ടും. അർഹത നമുക്ക് വരണമെങ്കിൽ നമ്മൾ ഭഗവാന്റെ ഭക്തി സേവനത്തില് പുരോഗമിക്കണം. അപ്പോ ഈ ഒരു അസ്തിത്വം നമ്മൾ എന്താണ് നമ്മളൊന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് ആ തെറ്റിദ്ധാരണ, നമ്മൾ ഈ ശരീരമാണ് നമ്മൾ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നു, മറ്റുള്ളവരുടെ ഭൗതിക വസ്തുക്കളെ ആസ്വദിക്കാൻ ശ്രമിക്കുന്നതൊക്കെയാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത്. മനുഷ്യരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോ എല്ലാ വസ്തുക്കളെയും ഈശ്വരനുമായി ബന്ധപ്പെടുത്തി കാണാൻ കഴിഞ്ഞാൽ മേൽപ്പറഞ്ഞ പ്രവണതയും സ്വാർത്ഥമായ ആസ്വാദന പ്രവണതയും ഇല്ലാതാക്കാം. അപ്പൊ എല്ലാത്തിനെയും, അല്ലെ, പണ്ഡിതാ സമദർശനാന്ന് പറഞ്ഞത് എല്ലാ ജീവജാലങ്ങളിലും ഭഗവാനുണ്ട്, പരമാരൂപനുണ്ട്. അതുപോലെ തന്നെ ഓരോ വസ്തുക്കൾ കാണുമ്പോൾ ഇതെല്ലാം എന്റെ അല്ല, ഇതെല്ലാം ഭഗവാന്റെയാണ് ഇതിൽ എനിക്ക് ഞാനൊരു ഉപയോഗിക്കുന്ന വ്യക്തി മാത്രം എന്നുള്ള ചിന്ത നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ കുറെ പണമുണ്ട്, നമ്മളൊരു വലിയ വണ്ടി മേടിച്ചു. അപ്പൊ ആ വണ്ടി മേടിക്കുമ്പോൾ നമ്മൾ പൊതുവെ എന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാവരും അത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടിട്ട് ആ വണ്ടിയുടെ അടുത്ത് നിൽക്കുന്ന പടം അതൊക്കെ എടുക്കും. പിന്നെ പറ്റുമെങ്കിൽ ഒരു പൊതുവെ നമുക്കൊരു പൂജ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതൊരു ചടങ്ങ് എന്ന രീതിയിൽ ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി 4 ചെറുനാരങ്ങയൊക്കെ വീലിന്റെ അടിയിൽ വെച്ച് ഒരു സാമിയെ വിളിച്ച് പൂജിച്ചിട്ട് നമ്മൾ ആ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകും, അല്ലെ. അപ്പൊ വണ്ടി നമ്മൾ പൂജ ചെയ്യുക എന്തിനാണ്? നമുക്ക് അപകടം ഇല്ലാതിരിക്കാൻ എന്നുള്ളതാണ് ചിന്ത. പക്ഷെ വാസ്തവത്തിൽ അതൊരു സമർപ്പണമാണ്. അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് വീണ്ടും നമ്മളെ വണ്ടിയിൽ എല്ലാവരെയും കാണിച്ച് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ, ഞാൻ ആരെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, ഞാൻ ഒരു രീതികൾ പറയുകയാണ് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇന്നത്തെ. അങ്ങനെ പോകുമ്പോൾ അവിടെ നമ്മളുടെ അഹം എന്ന് പറയുന്ന ഭാവത്തിന് യാതൊരു കുറവും സംഭവിക്കുന്നില്ലല്ലോ. ഇത് നമ്മളുടെ ഓണർഷിപ്പ് തന്നെയല്ലേ കൊണ്ടുപോകുന്നത്. അപ്പൊ അതൊക്കെ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അതാണ് എല്ലാ വസ്തുക്കളും ഈശ്വരനുമായി ബന്ധപ്പെടുത്തുന്നത്. നമ്മളൊരു വണ്ടി വാങ്ങിച്ചു, ആ വണ്ടിക്കുള്ള പണം എവിടെ നിന്ന് കിട്ടി? ജോലി ചെയ്ത് കിട്ടി. ജോലി എങ്ങനെ ചെയ്യാൻ സാധിച്ചു? നമ്മൾ പഠിച്ച് ആ ക്വാളിഫിക്കേഷൻ എടുത്തു. അതെങ്ങനെ സാധിച്ചു? ഭഗവാന്റെ കാരുണ്യമുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് മത്ത സ്മൃതിജ്ഞാനം അപോഹനം ചാല് ഭഗവാൻ 15:15 ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അല്ലെ. നമ്മുടെ ഓർമ്മയും ജ്ഞാനവും മറവിയും എല്ലാം ഭഗവാൻ തരുന്നതാണ്. നമുക്ക് തന്നെ അനുഭവം ഉണ്ടാവില്ല. നന്നായിട്ട് പഠിച്ച കാര്യങ്ങൾ പണ്ടൊക്കെ പദ്യം ചൊല്ലാൻ പഠിച്ചൊക്കെ പോകും, നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ക്ലാസ്സിൽ നിന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ എന്നായി പോകും, ടെൻഷൻ കൊണ്ടാണ്, പക്ഷെ കിട്ടില്ല, അല്ലെ. കാരണം ആ ടെൻഷൻ വരുന്നുണ്ട്, മനസ്സിന്റെ സമചിത്തത വരാത്തതുകൊണ്ട്, അല്ലെ. അപ്പൊ എല്ലാവർക്കും അനുഭവം ഉണ്ടാവും. അപ്പൊ ആ സമചിത്തത വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഭഗവാന്റെ അനുഗ്രഹമാണ്. ഭഗവാനെ അപ്പൊ അന്നൊക്കെ വീട്ടിലൊക്കെ പറയും, എടാ മോനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോടാ പരീക്ഷയില്ല എന്നൊക്കെ പറയും. നമുക്ക് സമയമില്ല, നമ്മൾ ഓടും. പക്ഷെ ആ ഒരു പ്രാർത്ഥന നമുക്ക് എന്താ തരുന്നത്? സമചിത്തത, അല്ലെ. സമചിത്തത നമ്മൾ 2ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ പഠിച്ചതാണ്. ആ സമചിത്തത ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിന്ന് വരും. മത്ത സ്മൃതിജ്ഞാനം അപോഹനം ഭഗവാൻ തരുന്നു. അപ്പോ ഈ ഒരു ഓർമ്മ നമ്മളിൽ ഉണ്ടായിരിക്കണം. ഭഗവാനാണ് നമുക്ക് ഓർമ്മയും ഇതെല്ലാം തരുന്നത്, മറവിയെല്ലാം തരുന്നത്. അപ്പൊ നമ്മൾ ആ ഓർമ്മ വെച്ചിട്ടാണ് നമ്മൾ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായത്, നമ്മൾ ആ ക്വാളിഫിക്കേഷനിലൂടെ ജോലി കിട്ടുന്നു. നമുക്ക് ആ ജോലിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മതി. അതിലൂടെയാണ് നമുക്ക് ശമ്പളം കിട്ടുന്നത്, അതുകൊണ്ടാണ് നമ്മൾ വാഹനം മേടിച്ചത്. അപ്പൊ അതിന് കാരണം
ഭഗവാൻ തന്നെയല്ലേ? അപ്പൊ ഭഗവാന്റെ അല്ലേ അത്? അതെ, അത് ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവണം. അപ്പൊ ഈ വാഹനം നമ്മൾ മേടിക്കാൻ കാരണം ഭഗവാൻ, ഞാൻ ഒരു ഉദാഹരണം പറയുന്നേ ഉള്ളൂ. അപ്പൊ ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിൽ ഈ വണ്ടി പൂജയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മളുടെ മനസ്സിൽ എന്തായാലും ഇത് ഭഗവാന് ഞാൻ സമർപ്പിക്കുന്നു, ഇത് എന്റെ അല്ല, ഞാനിതിന്റെ ഒരു ഡ്രൈവർ, ഞാനിത് ഓടിക്കുന്നു, കയ്യിൽ വെക്കുന്നു, ഒരു കൈവശം വെക്കുന്ന അവകാശം എനിക്കുള്ളൂ. ഇതിന്റെ യഥാർത്ഥ അവകാശി ഭഗവാനാണ്. ഞാൻ അവിടെ ചെന്ന് പൂജ ചെയ്യുമ്പോൾ അതൊരു സമർപ്പണം, ആ ഒരു മനസ്സിന്റെ സമർപ്പണം. വണ്ടി ആർക്കും കൊടുക്കേണ്ട, അമ്പലത്തിലേക്ക് ഇത് എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല, വണ്ടി നമുക്ക് തന്നെ വെക്കാം. പക്ഷെ മനസ്സിൽ, നമ്മുടെ ആ മനസ്സിലുള്ള ഭാവം, അതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. മനോഭാവം മാറ്റുക, അത്രേ ഉള്ളൂ. മനോഭാവം ഇത് എന്റെയാണ്, എല്ലാവരും കണ്ടോളൂ, ഞാൻ പുതിയ വണ്ടി മേടിച്ചു എന്നതിന് പകരം ഭഗവാന്റെ വണ്ടി ഞാനൊരു ദാസനായിട്ട് ഓടിക്കുന്നു, ഭഗവാന് വേണ്ടിയിട്ട് ഞാനത് ഭഗവാന്റെ സേവനത്തിലേക്ക് ഉപകരിക്കാനായിട്ട് അതിനുവേണ്ടി ചെയ്യുന്നു. ആ ഒരു, പിന്നെ അതിന്റെ ഉപയോഗങ്ങളിലും അങ്ങനെ ഭഗവത് ഭക്തരെയൊക്കെ എടുത്ത് സഞ്ചരിക്കുക, പറ്റുമ്പോൾ അങ്ങനെയുള്ള സേവകളിലൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മളത് ഭഗവത് സേവനത്തിലേക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാ വസ്തുക്കളെയും ഭഗവാൻ ഈശ്വരനുമായിട്ട് ബന്ധപ്പെടുത്തി കാണാൻ സാധിക്കും. ഭൗതിക വസ്തുവിനെ ആത്മീകരിക്കും. ഇത് തന്നെയാണ് ഞാൻ ആത്മീയവൽക്കരിക്കാം എന്ന് പ്രഭാതർ ഭാവാർത്ഥി പറയുന്നുണ്ട്. അതായത് തനിക്ക് അർഹപ്പെട്ട ചെറിയ വിഹിതം മാത്രം സ്വീകരിച്ചുകൊണ്ട്, അത് ഭഗവാന്റെ കരുണ കൊണ്ട് മാത്രം ലഭിക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെല്ലാം തന്നെ ഭഗവാൻ സമർപ്പിച്ചുകൊണ്ട് എല്ലാ വസ്തുക്കളെയും ഇപ്പൊ പറഞ്ഞ ഒരു വലിയൊരു ഉദാഹരണം, കാറിന്റെ ഉദാഹരണം, അതുപോലെ നമ്മളൊരു സാധനം മേടിച്ചു, എന്തും ആവാം, പക്ഷെ അത് ഇപ്പൊ വീട്ടിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നാലും നമ്മൾ ഇത് ഭഗവാന്റെയാണ്, ഭഗവാൻ ഒന്ന് സമർപ്പിക്കുക. അപ്പൊ അങ്ങനെയാണ് നമ്മൾക്ക് ഏത് സമയവും ഭഗവത് ചിന്ത നമുക്ക് മനസ്സിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഇപ്പം എന്ത് കാര്യമായിട്ടാ പ്രസാദം, അത് വരുന്നുണ്ട്, അതിനെക്കുറിച്ച് സെപ്പറേറ്റ് പറയുന്നുണ്ട്, അത് പറയാം. അപ്പൊ എന്ത് കാര്യമായാലും ഭഗവത് ചിന്ത നമ്മളിൽ വരണം. അല്ലാതെ ഞാനിത് എന്റെ കഴിവ് കൊണ്ടുണ്ടാക്കി, ആ കഴിവ് എവിടെ നിന്ന്, അത് ഭഗവത് അനുഗ്രഹത്താണ്. അല്ലെങ്കിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കി അറിയാൻ പറ്റും എത്ര നിസ്സാരരാണ് നമ്മൾ, അല്ലെ? എത്ര മഹത്തരമാണ് ഭഗവാൻ എന്ന് പറയുമ്പോൾ നിസ്സാരരാണ് നമ്മൾ എന്ന് പറയും. ഏത് സമയം നമുക്ക് അടുത്ത സെക്കൻഡ് നമ്മളുടെ കാര്യം എന്താണെന്ന് അറിയില്ല, അല്ലെ? ഒരു ചെറിയ ഒരു ഫോൺ കോൾ മതി നമ്മളുടെ മാനസികാവസ്ഥ തെറ്റാനായിട്ട്, അല്ലെ? അത് ജീവിതത്തിൽ എന്തും എപ്പോഴും സംഭവിക്കാം, അല്ലാണ്ട് ഒന്നും നമുക്ക് ശാശ്വതമാണെന്ന് ഒന്നും പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിലെല്ലാം നമ്മൾ നന്ദി പറയേണ്ടത് ഭഗവാനോടാണ്. അപ്പൊ എന്ത് സംഭവിച്ചാലും നമ്മൾ ഭഗവാന്റെ അവിശ്വാസം കൈവിടാതിരിക്കുക, ഭഗവാന്റെ ആ ഒരു സർവ ദിവ്യത്വം, പുരുഷനാണ് ഭഗവാൻ എന്നുള്ള ആ സുപ്രീമസി നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക എന്നതാണ്. ഇനി അടുത്ത ഒരു പാർട്ടില് മനുഷ്യനെ കുറിച്ച് പറയുന്നു. ആ ഭാവാർത്ഥത്തിന്റെ ഒരു ഭാഗത്ത് ലാസ്റ്റ് ആകുമ്പോഴേക്കും മനുഷ്യനെ കുറിച്ച് പറയുന്നു. അപ്പൊ ഭൗതിക സമ്പത്തിന് വേണ്ടി കലഹിക്കരുത്. നമ്മൾ മനുഷ്യര് ചെയ്യരുതാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഭൗതിക സമ്പത്തിന് വേണ്ടി നമ്മൾ കലഹിക്കാൻ പാടില്ല, കാരണം അതെല്ലാം ഭഗവാന്റെയാണ്. നമ്മൾ അതിനുവേണ്ടി തമ്മിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ കലഹങ്ങളാണ്, അല്ലെ? അതിര് മാന്തി കൊണ്ടുപോവുക, അല്ലെങ്കിൽ അവിടെ ഒരു എന്തോരം വെട്ടിക്കൊലപാതകങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ പത്രത്തിൽ കാണാറുണ്ട്. കുറച്ച് അതിര് തർക്കങ്ങളൊക്കെ ഒരുപാട് നടക്കും വഴിക്ക് വേണ്ടിയിട്ടൊക്കെ. എന്തിനാണ് ഇതെല്ലാം നമ്മൾ കയ്യിൽ പിടിക്കുന്നത്? നമ്മൾ വിചാരിക്കുമൊക്കെ ചിലപ്പോൾ ഒരു വഴി കുറച്ച് വിട്ടുകൊടുക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കുറച്ച് പറമ്പ് അങ്ങോട്ട് വേലി കെട്ടിയെടുത്തു, ദൂരം കലഹങ്ങൾ നടക്കുന്നു. സത്യത്തിൽ ഇതൊന്നും നമ്മുടെ അല്ല, അല്ലെ? ഒരു തവണ ഒരു ടാക്സ് 1-2 തവണ മുടങ്ങി അത് ജപ്തി ചെയ്ത് കൊണ്ടു, സർക്കാർ തന്നെ കൊണ്ടു, അത്രേ ഉള്ളൂ നമ്മുടെ കാര്യം, അല്ലെ? എന്തോരം സ്ഥലങ്ങൾ നമുക്ക് കാണാം, ഒരു കാലത്ത് ജീവിച്ചിരുന്നവര് അടച്ചു പിടിച്ച് കൊണ്ടു നടന്നിട്ടുണ്ടാവും. പക്ഷെ ഒരു രണ്ട് തലമുറ കഴിയുമ്പോഴേക്കും അതെല്ലാം അന്യാധീനപ്പെട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിറ്റോ പോയിട്ടുണ്ടാവും. വലിയ പ്രതാപത്തോടെ ജീവിച്ചിരുന്ന പല വീടുകളും തറവാടുകളും നമുക്ക് കാണാൻ പറ്റും. ഇന്ന് ഒന്നുമില്ല, അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ടാവാം. ഒരുപക്ഷെ ആ വീട്ടിൽ ആരും അതിനകത്തുണ്ടാവില്ല, വിറ്റ് അത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോയി കാണും, അല്ലെ? അപ്പൊ നമ്മൾ എന്തിനായിരുന്നു അവിടെ ആ ഒരു താൽക്കാലിക കാര്യത്തിന് വേണ്ടി കലഹിക്കുന്നത്? ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഭൗതിക സമ്പത്തിന് വേണ്ടി കലഹിക്കാനേ പാടില്ല. മനുഷ്യജന്മത്തിന്റെ പ്രാധാന്യവും ലക്ഷ്യവും നമ്മൾ തിരിച്ചറിയണം. നമ്മൾ മനുഷ്യനായി 84 ലക്ഷം തരം ജീവജാലങ്ങളുടെ 84 ലക്ഷം തരം യോനികളിലൂടെയാണ് ആത്മാവ് കടന്നു പോകുന്നത്. അതിൽ 4 ലക്ഷം തരേ ഉള്ളൂ മനുഷ്യന്റെ ചാൻസ് എന്ന് പറയുന്നത്. ആ 4 ലക്ഷം തന്നെ വരുന്നത് അവബോധത്തിന്റെ, നമ്മളതെല്ലാം പഠിച്ചതാണ്, അവബോധത്തിന്റെ ലെവലിലാണ് വരുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ അപൂർവമായി കിട്ടുന്ന മനുഷ്യജന്മം നമുക്ക് എന്തിനുള്ളതാണ്? ഈ ഇതിലെ നമുക്ക് അവബോധം, നമുക്കൊരു ഡിസ്ക്രിമിനേറ്റിംഗ് ഇന്റലിജൻസ് ഉള്ളൂ, നമുക്കൊരു കൃത്യമായ വിവേചന ബുദ്ധി നമുക്കുള്ളൂ. ആ വിവേചന ബുദ്ധിയിലൂടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതം ഇവിടെ ഭൗതിക വസ്തുക്കൾ ആസ്വദിച്ച് കഴിയാനുള്ളതല്ല. ഈ ജീവിതത്തിന്റെ ഓരോ നിമിഷം പോലും, ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താൻ നമ്മൾ ഭഗവാനെ മനസ്സിലാക്കാൻ ഉപയോഗിക്കണം. ഭഗവാന്റെ ഭക്തി സേവനത്തിലേക്ക് നമ്മൾ പുരോഗമിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പൊ ചെയ്യുന്ന ജോലികളൊന്നും നിർത്തിവെക്കണം എന്നല്ല, ഇപ്പൊ ചെയ്തതെല്ലാം തുടരുക, പക്ഷെ എല്ലായിടത്തും ഭഗവത് ചിന്ത മനസ്സിൽ വരിക. നമുക്ക് ശ്രവണം, അല്ലെ? എപ്പോഴും ശ്രവിക്ക്, ഭഗവാനെ കുറിച്ച് നമ്മള് ശ്രവണം, നവവിധ ഭക്തി നമുക്കറിയാം. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അപ്പൊ ഇതിനകത്ത് ശ്രവണം, കീർത്തനം, സ്മരണം, അല്ലെ? ശ്രവണം, കീർത്തനം നമുക്ക് ഇന്നിപ്പോ നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ ആദ്യം ചെയ്ത് ഏറ്റവും കലിയുഗത്തില് ഭഗവാൻ, അല്ലെ, ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപത്തിൽ വന്നിട്ട്
ഭഗവാൻ തന്റെ സേനാധിപതി ഭക്തനായ പ്രഭാതരിലൂടെ നമ്മളിലേക്ക് എത്തിച്ചെന്ന ചൈതന്യ മഹാപ്രഭുവും ശിലപ്രഭാതിലൂടെ എത്തിച്ചെന്ന നമ്മുടെ ഹരേ കൃഷ്ണ മഹാമന്ത്രം അത് നമ്മൾ ചൊല്ലുമ്പോൾ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന് ചൊല്ലുമ്പോൾ നമ്മളത് കേൾക്കുന്നുണ്ട്. അപ്പൊ അവിടെ കീർത്തനം നടന്നു, ശ്രവണം നടന്നു. അതേസമയം നമ്മൾ ഭഗവാന്റെ ലീലകൾ ഓർക്കുകയാണെങ്കിൽ സ്മരണവും നടന്നു. അപ്പൊ നവവിധ ഭക്തിയിൽ ആദ്യത്തെ ഏറ്റവും പ്രധാന 3 കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു അല്ലെ. ഇപ്പൊ നമ്മൾ ശ്രവിക്കുന്നത് ഭഗവാൻ പറയുന്നത് ഈശാവാസ്യം ഈശാവാസ്യത്തിൽ ശ്രവിക്കുന്നു, ശ്രവണം നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് തന്നെ മതി. അപ്പൊ ഇതിലൂടെ നമുക്കൊരു പ്യൂരിഫിക്കേഷൻ സാധിക്കും. അപ്പൊ ഇതിലൂടെ ആ പ്യൂരിഫിക്കേഷൻ ഉണ്ടാക്കിയെടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല, അതെല്ലാം കൊണ്ടുപോകാം. പക്ഷെ എപ്പോഴും ഭഗവത് സ്മരണ ഉണ്ടാവണം. എന്ത് ചെയ്യുമ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്യുന്നു, ഒരു ജോലി ചെയ്യുന്നു, വളരെ ഹാർഡ് വർക്കാണ്, എനിക്ക് വലിയ ബുദ്ധിമുട്ടായി ജോലി. അപ്പൊ ആലോചിക്കുക, ഇത് എനിക്ക് ഭഗവാൻ തന്നിരിക്കുന്നതാണ്, ഞാനിത് എങ്ങനെയെങ്കിലും ചെയ്യാം. കാരണം ഇത് ഭഗവാന് വേണ്ടി, ഭഗവാൻ എനിക്ക് ഈ ജോലി ഇപ്പൊ തന്നിരിക്കും, ഇത്തിരി കഠിനമാണ്, പക്ഷെ ഞാനത് ചെയ്യും. കാരണം ഇത് ഭഗവാന്റെ സേവനത്തിലേക്കാണ്. ഇത് ചെയ്താലേ എനിക്ക് കാശ് കിട്ടുള്ളൂ. ഈ കാശ് ഭഗവത് സേവനത്തിലേക്കും എനിക്ക് ഉപയോഗപ്പെടുത്തണം, എന്റെ വീട്ടുകാരെ നോക്കാൻ ഉപയോഗിക്കാം, ഭഗവത് സേവനത്തിലേക്ക് ഉപയോഗപ്പെടുത്തണം. ആ ചിന്ത വേണം, അല്ലാതെ എനിക്ക് മാത്രം ഉള്ളതാണ് അങ്ങനെയുള്ള ചിന്തയല്ല. അപ്പൊ എന്താ വെച്ചാൽ ആ ജോലി, നമ്മൾ ചെയ്യുന്ന ജോലിയുടെ കാഠിന്യം നമുക്ക് കുറഞ്ഞു കിട്ടും. ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഭഗവാന്റെ കൃപയാലാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ സംതൃപ്തരാണ്. അപ്പൊ എന്തെങ്കിലും കിട്ടുമ്പോൾ, ഒരു ലോട്ടറി അടിച്ചു, അല്ലെങ്കിൽ നമുക്കൊരു പ്രൊമോഷൻ കിട്ടി, എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടി കഴിഞ്ഞാൽ അതെന്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയതാണ്, ഇതെന്റെ മാത്രം, അങ്ങനെ വിചാരിക്കരുത്. ഇതിനൊന്നും ഞാൻ അർഹനായിരിക്കില്ല, അല്ലെങ്കിൽ അർഹനല്ല, ഇത് ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്ക് കിട്ടുന്നു, ഭഗവാന്റെ അഹൈതുകമായ കാര്യം കൊണ്ട് എനിക്ക് ലഭിക്കുന്നു എന്നുള്ള ചിന്ത. അതുപോലെ തന്നെ നമുക്കൊരു മോശപ്പെട്ട കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ എവിടെ ഭഗവാന് കണ്ണില്ലേ എന്നൊക്കെ ചോദിക്കുന്നില്ലേ, അതൊന്നും ഇഷ്ടംപോലെ പേര് അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന ഇതിലേക്കൊന്നും നമ്മൾ പോകാതെ നമ്മൾ വിചാരിക്കുക നമുക്ക് എന്തോ അത്യാപത്ത് ഈ ജന്മത്ത് വരാനുള്ളതിനെ ഭഗവാൻ ലളിതമാക്കി കുറച്ചതായിരിക്കും ഈ തരുന്നത്, അതുകൊണ്ട് ഞാനിത് സ്വീകരിക്കുക. കാരണം ഇതിലും വലുതെന്തോ വരാനുള്ളത്, ഞാൻ ഈ ഭക്തി സേവനത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഭഗവാൻ കുറച്ച് ലളിതമാക്കി തന്നു എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാക്കുക. ഭഗവാനാണ് പരമമായ ഉടമസ്ഥൻ എന്ന് മനസ്സിലാക്കുക. എല്ലാത്തിന്റെയും ഉടമസ്ഥൻ ഭഗവാനാണെന്ന് മനസ്സിലാക്കുക. കുറച്ച് ഉദാഹരണങ്ങൾ പ്രഭാതര് ഭാവാർത്ഥത്തില് പറയുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു, പശു പുല്ലും ധാന്യങ്ങളും ആഹരിക്കുന്നു, പാൽ സ്വയം കുടിക്കുന്നില്ല, പകരം അത് മനുഷ്യന് ഭക്ഷണമായി തരുന്നു അല്ലെ. പശു സ്വന്തം പാല് കുടിക്കുന്നില്ല, പക്ഷെ അത് മനുഷ്യന് ഭക്ഷണമായിട്ട് പാല് തരും. അത് ആ പാല് കുടിച്ചാണ് നമ്മുടെ കുട്ടികളും എല്ലാവരും. ആ പാല് മനുഷ്യന് വളരെയധികം ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒരു ഭക്ഷണവുമാണ് പാലുൽപ്പന്നങ്ങളും അല്ലെ. അപ്പൊ ഇത് ഈശ്വരന്റെ ക്രമീകരണമാണ്. ഇതിന് പകരം പശുവിനെ പിടിച്ച് തിന്നുന്ന ആൾക്കാർ അല്ലെ, അത് ചെയ്യാൻ പാടില്ല. നമ്മൾ ഭഗവാന്റെ ഒരു ക്രമീകരണമുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ആ പശുവിനെ നമ്മൾ ഭക്ഷിക്കുകയാണെങ്കിൽ ക്രമീകരണത്തിന് നമ്മൾ തെറ്റിക്കും. ഭഗവാന്റെ ക്രമീകരണത്തിനെതിരായി നമ്മൾ നീക്കുമ്പോൾ നമുക്കത് കടുത്ത പാപം നമ്മളിൽ വരികയും നമ്മളുടെ മാത്രമുള്ള മനുഷ്യകുലത്തിന്റെ നാശത്തിലേക്ക് തന്നെ നമ്മളത് കൊണ്ടുപോവുകയും ചെയ്യും. മറ്റൊരു ഉദാഹരണം ശിലപ്രഭാതര് ഭാവാർത്ഥത്തിൽ പറയുന്നു. ഒരു വീട്, അത് മണ്ണ്, മരം, ഇരുമ്പ്, സിമന്റ് മുതലായ പല വസ്തുക്കളും കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അപ്പൊ ഈ വസ്തുക്കളൊന്നും, പല വസ്തുക്കളും നമുക്ക് സ്വയം നിർമ്മിക്കാം അല്ലെ. മണ്ണ്, മരം, ഇരുമ്പ് ഇതൊന്നും നമുക്ക് നിർമ്മിക്കാൻ പറ്റില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ അധ്വാനം നമ്മൾ എടുത്തിട്ട് ഇതിനെല്ലാം ചേർത്ത് വെക്കുമ്പോൾ അതൊരു വീടായി മാറും. ശരിയല്ലേ? നമ്മുടെ അധ്വാനവും നമ്മുടെ അത് മനസ്സിലാക്കാനുള്ള ചെയ്യാനുള്ള കഴിവും വെച്ചിട്ട് ഇതിനെല്ലാം ചേർത്ത് ഒരു രൂപം, അപ്പൊ സത്യത്തിൽ നമ്മളൊരു ആവശ്യമായ രൂപത്തിലേക്ക് മാറ്റി തീർക്കുക മാത്രം ചെയ്യുന്നത് അല്ലെ. മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞത്, ബട്ട് ക്യാൻ ബി ചേഞ്ച്ഡ് ഫ്രം വൺ ഫോം ടു അനദർ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഒരു സാധനത്തിനെ മറ്റൊരു രൂപത്തിലേക്ക് നമ്മൾ മാറ്റുന്നത്, എല്ലാം കൂടി അടുക്കി വെച്ച് അതേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾക്ക് പോയിട്ട് ഇതൊന്നും പാറക്കല്ലില്ലെങ്കിൽ നമുക്ക് സിമെന്റ് ഉണ്ടാക്കാൻ പറ്റില്ല, പാറയുടെ പൊടിയില്ലെങ്കിൽ അതും സാധിക്കില്ല അല്ലെ, മണ്ണും മരം ഇരുമ്പൊന്നും ഉണ്ടാക്കാൻ. അപ്പൊ അതുകൊണ്ട് രൂപവൽക്കരണം നടത്തി അഥവാ ജോലി ചെയ്തു എന്നതുകൊണ്ട് ഒരു തൊഴിലാളിക്ക് വസ്തുവിന്റെ ഉടമസ്ഥത അവകാശപ്പെടാനാവില്ല. പറമ്പിൽ ഒരാളെ പണിക്ക് നിർത്തും, അല്ലെങ്കിൽ വീട് പണിയാൻ ഒരാളെ നിർത്തും. വേറെ രീതി ചിന്തിക്കാം. നമ്മുടെ ഭൗതികതയിൽ നമ്മളൊരു വീട് പണിയുന്ന തൊഴിലാളി പറയും ഈ വീട് ഞാൻ പണിതാണ്, ഇത് എന്റെയാണെന്ന് അവകാശപ്പെടാൻ പറ്റില്ല. നമ്മളുടെ കയ്യിലാണ് ആധാരം അല്ലെ, നമ്മളെ പണിക്ക് ആളെ നിർത്തി ചെയ്യും. അപ്പൊ വീട് പണിയുന്ന സമയത്ത് പണിക്കാരായിരിക്കും ആ വീടിന്റെ കൺട്രോൾ, ഉടമസ്ഥനായിരിക്കും. ഉടമസ്ഥൻ അവരോട് ചോദിക്കുക എന്താ ഈ കാര്യം, ഇതെന്താണ്, അവരാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ വിചാരിക്കും അവരാണ് മുതലാളി. അപ്പൊ തൊഴിലാളി വിചാരിക്കുകയാണ് കേട്ടോ, വീടിന്റെ ഉടമസ്ഥൻ എന്നോടാ ചോദിക്കുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ, അപ്പൊ ഞാനാണ് ഇനി മുതൽ ഇതിന്റെ അധികാരി എന്ന് വിചാരിച്ചാലോ, ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. ഇതാണ് നമ്മളുടെ സ്ഥിതി. ഭഗവാന്റെ വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ ഓരോന്ന് കെട്ടിപ്പടുക്കുന്നു, നമ്മളെ വികസനം എന്നുള്ള പലതും നമ്മൾ ചെയ്തു കൂട്ടുന്നു. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നു ഇതെല്ലാം, എന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നു. അപ്പൊ ആലോചിച്ച് നോക്കുക, വല്ല ആവശ്യമുണ്ടോ? നമ്മുടെ വീട് പണിയുന്ന പണിക്കാർ രണ്ടുപേരും കടുംപിടുത്തം പറയും ഇത് എന്റെ എന്ന് പറയുന്ന പോലെ ആർക്കുണ്ട്? രണ്ടുപേരുടെ അല്ല, അതാരുടെയാണ്?
ഭഗവാന്റെയാണ്. അതാണ് പ്രഭുപാദർ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഭാവാർത്ഥത്തിലൂടെ പറഞ്ഞു തരുന്നത്. മൂന്നാമത്തെ ഒരു ഉദാഹരണം കൂടി പറയുന്നു ഭാവാർത്ഥത്തില്. കമ്മ്യൂണിസ്റ്റുകളും ക്യാപിറ്റലിസ്റ്റുകളും പ്രകൃതി വിഭവങ്ങൾക്ക് മേൽ തങ്ങളുടെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ പറയും ഇത് നിങ്ങളുടെ മാത്രമല്ല, ക്യാപിറ്റലിസ്റ്റ് ഇത് എല്ലാവരുടെയാണ്, ഞങ്ങളുടെ എല്ലാവരുടെയാണ്, എല്ലാവർക്കും വീതിച്ചിരുന്നു. ക്യാപിറ്റലിസ്റ്റുകൾ പറയും ഇത് ഇല്ല, ഇത് ഞങ്ങളുടെയാണ്. അപ്പൊ തൊഴിലാളി അല്ലെ ബൂർഷ, തൊഴിലാളി, ഇങ്ങനെ സംഘർഷങ്ങൾ നടക്കുന്നു. അപ്പൊ ഈ ഒരു പ്രശ്നം കാരണം ഈ രണ്ടുപേരും അശാന്തരാണ്. ഈ അവബോധം ഇവരുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നു. കാരണം അവൻ തട്ടിപ്പറിക്കാൻ നോക്കണം, അവനെ എങ്ങനെ ഒതുക്കാം. ഇവര് ചിന്തിക്കുന്നു അവര് നമ്മുടെ ഇവരെ എങ്ങനെ നേരിടാം, ഇവരെ അറ്റാക്ക് ചെയ്യണോ, അത് വേറെന്ത്, എങ്ങനെ ഇവന് പണി കൊടുക്കാം, ആ കമ്പനി പൂട്ടിച്ചാലോ, അങ്ങനെ ഇത് അതുകൊണ്ട് ഇവർക്ക് ഉറക്കൂല, രണ്ടു കൂട്ടർക്ക് ഉറക്കൂല. യഥാർത്ഥത്തിൽ എല്ലാം ഭഗവാന്റെ സ്വത്തുക്കളാണെന്ന് അവർ രണ്ടു കൂട്ടരും മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഇവർ രണ്ടു കൂട്ടരും സത്യം മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞ പോലെ വീട് പണിയാൻ വന്നവർ രണ്ടുപേര് തർക്കിക്കണ പോലെ തന്നെ വീണ്ടും സെയിം. അത്ര മനോഹരമായ ഉദാഹരണങ്ങൾ പ്രഭാതർ അത് മനസ്സിലാക്കാൻ നമുക്ക് പറഞ്ഞു തരുന്നത് നോക്കുക. പ്രകൃതി നിയമങ്ങൾ പ്രകാരമുള്ള ശിക്ഷകൾക്ക് അവർ വിധേയരാകേണ്ടി വരും. അപ്പോ ഈ പ്രകൃതിക്കെതിരായിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്താലും ആ ശിക്ഷകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ്. ഇനി നാലാമത്തെ പോയിന്റിലേക്ക് കിടക്കുന്നു. 4 പോയിന്റ് ആയിട്ടാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യജന്മത്തിലുള്ള ഉത്തരവാദിത്തം, ഈശാവാസ്യ തത്വം അനുസരിച്ചുള്ള ജീവിതം, 4ാമത്തെ പോയിന്റ്. അപ്പൊ ഇവിടെ അതിനകത്തൊരു സെക്ഷനിലായിട്ട് പ്രഭാതർ പറയുന്നു മനുഷ്യനും മൃഗങ്ങളെ കുറിച്ച് പറയുന്നു. മനുഷ്യന് ഉയർന്ന അവബോധമാണ്, വികസിതമായ അല്ലെങ്കിൽ ഉയർന്ന അവബോധമാണ്. വേദങ്ങൾ പഠിക്കാനുള്ള ബുദ്ധിശക്തി മനുഷ്യന് തന്നിട്ടുണ്ട്. പരമപുരുഷ ഭഗവാന്റെ ആധികാരികത്വം മനസ്സിലാക്കാൻ നമുക്ക് ആധികാരികത്വം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും, അല്ലെ? നമുക്ക് ആ ഭഗവാൻ ഓത്തന്റിക് ആയിട്ടുള്ള, അതല്ല ഭഗവാനാണ് അധികാരി എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ട്. പ്രകൃതി നിയമങ്ങൾ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരും ഇതിൽ അജ്ഞരാണെന്ന് പറയരുത്, അല്ലെ? നമ്മളെല്ലാവർക്കും അറിയാം പ്രകൃതി. പക്ഷെ നമ്മുടെ സൗകര്യാർത്ഥം മരവും വെട്ടും, കുളവും മൂടും, അതും ഇതൊക്കെ, അല്ലെ, വേസ്റ്റും അവിടെ വലിച്ചെറിയും, ഇതെടുത്തെല്ലാം നമ്മൾ ഇതാകും, അല്ലെ? ഭഗവാൻ തന്നിട്ടുള്ള നല്ല നമുക്ക് ഭഗവാൻ, അല്ലെ, ജലത്തിന്റെ ആ സ്വാദ്, ടേസ്റ്റ് എന്ന് പറയുന്നത് ഭഗവാനാണ്. പക്ഷെ അതുപോലും നമ്മൾ മലിനമാക്കുന്നു, അല്ലെ? എല്ലാവരുടെയും ആ ജലത്തിന്റെ സ്രോതസ് നമ്മൾ മലിനമാക്കും, എങ്ങനെ മാലിന്യങ്ങൾ എറിഞ്ഞ്. പക്ഷെ അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. മൃഗങ്ങൾക്ക് ഇതൊന്നും സാധിക്കില്ല. അതിനാൽ വൈദിക സാഹിത്യം മനുഷ്യർക്ക് വേണ്ടി. അപ്പൊ ഇതൊന്നും നമുക്ക് വളരെ വ്യക്തമാണ്. ഈ വേദങ്ങളൊന്നും മൃഗങ്ങൾക്കോ സസ്യങ്ങൾക്കോ ഒന്നും പഠിക്കാൻ പറ്റില്ല. അതിൽ നിന്ന് മനസ്സിലാക്കുക, വികസിതമായ അവബോധം തന്നിരിക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കാൻ. അതാണ് നമ്മൾ ഈ വേദമാണ് ഇന്ന് പഠിക്കുന്നത്. ഈശാവാസ്യ ഉപനിഷത്ത് എന്ന് പറയുന്നത് വേദം തന്നെയാണ്, വേദമന്ത്രമാണ് നമ്മൾ ഒന്നാമത്തെ പഠിക്കുന്നത്. 18 നമ്മൾ ഈ കോഴ്സിൽ പഠിക്കുന്നത്. അപ്പോ ഒരു മിനിറ്റ്. ഇനി പാപത്തെ കുറിച്ച് പറയുന്നു. പ്രകൃതി നിയമം ഒരു ജീവി മറ്റൊരു ജീവിക്ക് ഭക്ഷണമായത്. പ്രകൃതി നിയമം അനുസരിച്ച് ഒരു ജീവി മറ്റൊരു ജീവിക്ക് ഭക്ഷണമായി തീരും എന്നുള്ള പ്രകൃതി നിയമമാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുമോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ മൃഗത്തിനെ പിടിച്ച് വെട്ടിക്കൊന്ന് തിന്നാം, അല്ലെങ്കിൽ അതിനെ വെടിവെച്ച് കൊന്ന് തിന്നാം. ഒരു കാര്യം മനസ്സിലാക്കുക, പ്രഭാതർ ഭാവാർത്ഥത്തിൽ വിശദമായിട്ട് പറയുന്നിരിക്കുന്നു. താഴ്ന്ന തലത്തിലുള്ള മൃഗങ്ങൾ, അതായത് സസ്യഭുക്കുകളും മാംസഭുക്കുകളും പ്രകൃതി നിയമം അനുസരിച്ച് ജീവിക്കുന്നതിനാൽ ഒന്ന് മറ്റൊന്നിനെ കൊന്ന ആഹാരം അവർക്ക് പാപമില്ല. അവർക്ക് ഉയർന്ന അവബോധമല്ല. അപ്പൊ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു സിംഹത്തിനോ അല്ലെങ്കിൽ ഒരു പുലിക്കോ വിശന്നു കഴിഞ്ഞാൽ അതിനൊരു മൃഗത്തിനെ കൊന്നു തിന്നാൻ, അതിന് പാപം അവർക്ക് വരുന്നില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു സംഭവം ഇല്ല. മൃഗങ്ങൾ അങ്ങനെ കഴിക്കുന്നത് എനിക്ക് കഴിക്കാമെന്ന് വിചാരിക്കാൻ പാടില്ല. നമ്മളുടെ അവബോധം ഉയർന്നതാണ്. അപ്പോ ഉയർന്ന അവബോധത്തിലുള്ള മനുഷ്യൻ അല്ലെങ്കിൽ ഉയർന്ന തലത്തിലുള്ള മനുഷ്യൻ തന്റെ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തതിനാൽ ഒരു ജീവിയെ കൊല്ലുകയാണെങ്കിൽ പ്രകൃതി നിയമം ലംഘിച്ചതിന് ഉത്തരവാദിയും കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും. ഇത് പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കുന്നത്. അപ്പോൾ അത് പ്രകൃതി നിയമം ഒരു ജീവി മറ്റൊരു ജീവി ഭക്ഷണമായി തീരുകയാണെങ്കിൽ പോലും അത് ഉയർന്ന തലത്തിലുള്ള മനുഷ്യന് അതല്ല പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സസ്യഭോജന സമ്പ്രദായത്തെ കുറിച്ചും പ്രഭാതത്തിൽ പറഞ്ഞിരിക്കുന്നു. സസ്യഭുക്ക ആയതുകൊണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കുന്നു, ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നു മൃഗങ്ങളെ കൊന്നു കഴിക്കില്ല, ഞാനിനി സസ്യഭുക്കാണ് എന്ന് പറഞ്ഞു. അപ്പൊ പറയുന്നു വളരെ വളരെ നല്ലൊരു കാര്യം പ്രഭാതത്തിൽ പറഞ്ഞിരുന്നു. സസ്യഭുക്കായതുകൊണ്ട് മാത്രം പ്രകൃതി നിയമങ്ങളെ ലംഘിക്കാതെയാണ് ജീവിക്കുന്നത് എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു ധാരണ. അപ്പൊ നമുക്ക് സംശയം തോന്നുന്നു, എന്താ അപ്പം സസ്യഭുക്കായിട്ട് ജീവിക്കണം എന്നല്ലേ പറഞ്ഞത്, മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല. അപ്പൊ ഇപ്പൊ പറഞ്ഞു സസ്യഭുക്കായതുകൊണ്ട് മാത്രം പ്രകൃതി നിയമങ്ങളെ ലംഘിക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ അത് ഒരു തെറ്റായ ധാരണയാണ്. കാരണം എന്താണ്? സസ്യങ്ങൾക്കും ജീവനുണ്ട്. അപ്പൊ പണിയായല്ലോ, അല്ലെ? മൃഗങ്ങളെ കൊന്ന്, അപ്പൊ ഞാനിപ്പോ ചീരയല്ല, മുറ്റത്തുള്ള ചീരയല്ല ഇന്നലെ മുറിച്ചിട്ട് നമ്മൾ കറി വെച്ച് കഴിച്ചു, അയ്യോ, അപ്പൊ ആ പാപം എന്ത് ചെയ്യും?
കാരണം അവിടെയും പ്രകൃതി നിയമങ്ങളുടെ ലംഘനം ഉണ്ടാവും. ഒരുവൻ സസ്യബുക്കാണെന്നതിൽ അധികം അഹങ്കരിക്കാൻ പാടുള്ളതല്ല. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നു അടുത്ത സ്ലൈഡിൽ. അപ്പൊ പ്രഭാതർ പറയുന്നു, ഓക്കെ നിങ്ങളൊക്കെ മാംസഭോജികളാണ്, ഞാനേ സസ്യബുക്കാണ്, സസ്യാഹാരിയാണ്, എനിക്ക് പാപങ്ങളൊന്നും വരില്ല എന്നാരും അഹങ്കരിക്കേണ്ട. കാരണം എന്താണ്? കാരണം സസ്യങ്ങൾക്ക് ജീവനുണ്ട്. അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധി നമ്മൾ ചെയ്യണമെങ്കിൽ എന്താണ്? ഭക്ഷണം പ്രസാദമായി മാറണം. പ്രഭാതർ പറയുന്നു, തന്റെ ഭക്തർ നിവേദിക്കുന്ന സസ്യാഹാരങ്ങൾ താൻ സ്വീകരിക്കുമെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ നേരിട്ട് അരുളിയിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഒരു ശ്ലോകം 9.26 അല്ലെ, പത്രം പുഷ്പം ഫലം തോയം എന്നുള്ള ശ്ലോകം. അപ്പൊ അവിടെ ഭഗവാൻ പറയുന്നു, ഭക്തിയോടെയും സ്നേഹത്തോടെയും എനിക്ക് ഒരു 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 ഇല അല്ലെ, ഒരു പൂവ് അല്ലെങ്കിൽ ഒരു ഫലം, വെള്ളം, ഇത് എന്തെങ്കിലും എനിക്ക് സമർപ്പിച്ചാൽ അത് ഞാൻ സ്വീകരിക്കുമെന്ന് ഭാവം പറയാം. അപ്പൊ അതേ നമ്മൾ ചെയ്യണല്ലോ, ഭക്തിയോടെ അത് നമ്മൾ ഭഗവാന് കൊടുത്താൽ മതി. നമ്മുടെ ആ ഭാവമാണ് അവിടെ ആവശ്യം. അല്ലാണ്ട് ഭഗവാൻ 5 കിലോ സ്വർണം അല്ലെങ്കിൽ വലിയൊരു ചെമ്പ് നിറയെ ബിരിയാണിയോ ചോറോ അതൊന്നുമല്ല ഭഗവാൻ ചോദിക്കുന്നത്. എന്ത് കൊടുത്താലും ഒരു ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്താൽ മതി. പക്ഷെ അത് സമർപ്പിക്കുന്ന ഭാവമാണ് പ്രധാനം. ഭക്തിയോടെയും സ്നേഹത്തോടെയും നമ്മൾ കൊടുത്താൽ ഭഗവാൻ സ്വീകരിക്കും. സസ്യാഹാരം തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി അതുകൊണ്ട് ഒരു മനുഷ്യൻ സസ്യാഹാരി ആയാൽ മാത്രം പോരാ, ഭഗവാന്റെ ഭക്തനാവുകയും തന്റെ എല്ലാ ഭക്ഷണവും ഭഗവാന് നിവേദിക്കുകയും വേണം. അപ്പൊ നമ്മൾക്ക് പച്ചക്കറി ഭക്ഷണം നമ്മൾ ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാപം ഇല്ലാതാവണമെങ്കിൽ എന്ത് വെച്ചാൽ എല്ലാ ഭക്ഷണവും നമ്മൾ ഉണ്ടാക്കുമ്പോൾ വിചാരിക്കണം, ഈ സസ്യം ഇത് ഭഗവാൻ നമുക്ക് ആഹാരമായിട്ട് അനുവദിച്ച് തന്നതാണ്. അപ്പൊ ഞാൻ അത് ഭക്ഷിക്കുമ്പോൾ അതിനെയും നമ്മൾ പാചകം ചെയ്തിട്ട് ഭഗവാന് സമർപ്പിക്കുക. നമ്മളത് മണക്കാതെയും രുചിക്കാതെയും ഭഗവാന് സമർപ്പിക്കുക. ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം ഈ സസ്യാഹാരം, ഭഗവാന് സമർപ്പിച്ച സസ്യാഹാരം നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മളും അത് ഭക്ഷിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾക്കും അല്ലെങ്കിൽ മുതിർന്നവർക്കും ആർക്കൊക്കെ നമ്മൾ ദാനം ചെയ്യുന്നവർക്കും അവർക്കൊന്നും ഒരു പാപവും അതുകൊണ്ട് ഉണ്ടാവുന്നില്ല. അപ്പോ അതാണ് ഭഗവാൻ നിവേദിച്ച് തുടർന്ന് ഭഗവത് പ്രസാദം എന്ന നിലയ്ക്കോ ഭഗവത് കരുണ എന്ന നിലയ്ക്കോ സ്വീകരിക്കുക. അത് ഭഗവാൻ എനിക്ക് കരുണയോടെ തന്നിരിക്കുന്നു. കാരണം ഭഗവാൻ ഇത് അനുവദിച്ച് തന്നില്ലെങ്കിൽ ഇതൊന്നും എപ്പോ വേണമെങ്കിലും മുടങ്ങിപ്പോവാം അല്ലെ. ഭഗവാൻ തന്നെയാണ് എനിക്ക് തരുന്നത്. ആ ഒരു മനോഭാവത്തില് നമുക്ക് സ്വീകരിക്കാം. ഭഗവത്ഗീത 3:13 ഭഗവാൻ പറയുന്നുണ്ട്, ഭഗവാന് സമർപ്പിക്കാതെ ഭക്ഷിക്കുന്നവൻ പാപത്തെയാണ് ഭക്ഷിക്കുന്നത്. ആ ശ്ലോകം മാത്രം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. വളരെ പ്രധാന ശ്ലോകമാണ്. യജ്ഞശിഷ്ടാശിനാ സന്തോ മുച്ഛന്തേ സർവകിൽ വിഷൈ ഭുഞ്ചതേ തേ തുഖം പാപ യേ ഭജന്താത്മ്യകാരണ. യജ്ഞത്തിൽ നിവേദിക്കപ്പെടുന്ന അന്നം ഭക്ഷിക്കുന്നത് കൊണ്ട് ഭഗവത് ഭക്തന്മാർ സർവ്വപാപങ്ങളിൽ നിന്നും മുക്തരാകും. നമ്മുടെ യജ്ഞം എന്താണ്? പാചകം. വീട്ടമ്മമാർ അടുക്കളയിൽ പാചകം ചെയ്യുന്നു, യജ്ഞമാണ്. എന്തിനാ ആ യജ്ഞം? എന്താണ്? ഭഗവാനും സമർപ്പിക്കുക. അല്ലാതെ നമ്മൾ വിചാരിക്കും ഒക്കെ എന്റെ വീട്ടിലുള്ളവർക്ക് ആണ്. പക്ഷെ നമ്മൾ ആദ്യം ചിന്ത വരേണ്ടത് ഇത് യജ്ഞമാണ്, ഇത് ഭഗവാൻ ഞാൻ ഭോഗമുണ്ടാക്കിയാണ്, നിവേദ്യം ഉണ്ടാക്കിയാണ്. അത് ഭഗവാന് സമർപ്പിക്കുമ്പോൾ നമ്മൾക്ക് യാതൊരു പാപവുമില്ല. സ്വയം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്നവൻ, അതാണ് അവർ പറയുന്നത്, രണ്ടാമത്തെ വരി പറയുന്നു, പാപത്തെയാണ് ഭുജിക്കുന്നത്. അപ്പൊ എല്ലാവരും ഓർത്തിരിക്കണം ഈ ഒരു ഭാഗം. പിന്നെ അവസാന ഭാഗത്തേക്ക് പോവുകയാണ്. ഭാവാർത്ഥത്തിന്റെ പാപത്തിന്റെ മൂലകാരണം പറയുന്നു. ഭഗവാന്റെ ഉടമസ്ഥാവകാശത്തെ അവഗണിക്കുന്നതാണ് നമുക്ക് പാപം കൊണ്ടുവരുന്നത്. നേരത്തെ പറഞ്ഞ കാരണങ്ങൾ, നമ്മൾ ഭഗവാനാണ് ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളുടെ ഉടമസ്ഥൻ എന്ന് തീരുമാനിച്ചാൽ തന്നെ, അത് മനസ്സിലാക്കിയാൽ ഉൾക്കൊണ്ടാൽ തന്നെ നമ്മൾ ദാസ്യഭാവത്തിലേക്ക് നമ്മൾ വരും. അതിനെ അവഗണിക്കുന്നത് നമുക്ക് തീർച്ചയായും, കാരണം അവഗണിക്കുമ്പോൾ നമ്മൾ അഹങ്കാരിയാവുന്നു. നമ്മൾ ചെയ്യുന്നതെല്ലാം ഭഗവാന്റെ ആ ഇച്ഛയ്ക്കെതിരായിട്ടായിരിക്കും. അത് തീർച്ചയായും നമുക്ക് പാപം കൊണ്ടുതരും. മനഃപൂർവ്വം ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങളെ ലംഘിക്കുന്നത് അല്ലെ. നമ്മൾ ഭൗതിക പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്, ഒരു മൃഗത്തിനെ കൊല്ലാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മളൊരു മല ഇടിച്ചുപെട്ടു, ഒരു മരം അനാവശ്യമായി മുറിച്ചിട്ടു, ഇതൊക്കെ പ്രകൃതി നിയമങ്ങൾക്കെതിരാണെങ്കിൽ തീർച്ചയായും അത് നമുക്ക് പാപം കൊണ്ടുതരും. അല്ലെ, ഞാൻ മനുഷ്യനാണ്, എനിക്ക് എന്ത് ചെയ്യാനുണ്ട് എന്ന് വിചാരിച്ചാൽ ഇത് നടക്കില്ല. വൈദിക നിർദ്ദേശങ്ങൾ ഭഗവാന്റെ വാക്കാണ്, അതിനെ ഉല്ലംഘിച്ചാൽ മനുഷ്യ സമൂഹത്തിൽ നാശം. അപ്പൊ വൈദിക നിർദ്ദേശം വേദത്തിലൂടെ നമുക്ക് വരുന്നത് ഈശാവാസ്യമിതം സർവം യത് കിംച ജഗത്യാം ജഗത്തേന തെക്തേന പുഞ്ചീത മാകൃത കസ്യസിദ്ധൻ. ഭഗവാൻ പറയുന്നത് എല്ലാത്തിനും ഉടമസ്ഥനും നിയന്ത്രാതാവും ഭഗവാനാണ്, തനിക്ക് അവകാശപ്പെട്ടത് മാത്രം സ്വീകരിക്കുക എന്ന് പറയുന്നു. ഇല്ല, എനിക്ക് അപ്പുറത്തെ ആളുടെ അല്ലെങ്കിൽ എനിക്ക് മറ്റേ ആളുടെ അതിൽ ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ ഭഗവാന്റെ നിർദ്ദേശത്തിനെ അതിനെ ലംഘിക്കലാണ് തീർച്ചയായും. അത് നമുക്ക് നല്ല മനുഷ്യ സമൂഹത്തിന് തന്നെ നാശം ഉണ്ടാക്കുന്നു. പിന്നെ അവസാനമായിട്ട് അവസാനം പറയുന്നു, ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിപ്പോകാൻ പ്രാപ്തനാകുന്ന കാര്യം. ആര് പ്രാപ്തനാകും? എങ്ങനെയുള്ള വ്യക്തി പ്രാപ്തനാകും? ഗൗരവമുള്ള വ്യക്തി. എങ്ങനെ ഗൗരവം? പ്രകൃതി നിയമങ്ങൾ അറിയുന്ന വ്യക്തി. അപ്പൊ പ്രകൃതി നിയമങ്ങൾ അറിഞ്ഞ് ആ ഗൗരവത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തി, ആ ഗൗരവത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിപ്പോവാൻ പ്രാപ്തനാകും. അനാവശ്യമായ ആസക്തി വെറുപ്പോ ഇല്ലാത്ത വ്യക്തി. ആവശ്യമില്ലാത്ത ആസക്തി, ആവശ്യമുള്ള ഒരു ആസക്തി ഉണ്ട്. എന്താണ്? ഭഗവത് പ്രേമം ലഭിക്കണം, അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ നമുക്ക് മുന്നേറണം,
അതിനുവേണ്ടി മറ്റുള്ളവരെ തട്ടിയിട്ടുള്ള മുന്നേറ്റമല്ല. നമ്മളത് ഒരാളെയും ഉപദ്രവിക്കാതെയുള്ള ആ ആ, ആ, ഭഗവത് ഭക്തിപുസ്തകത്തിലെ മുന്നേറ്റമായിരിക്കണം. അതല്ലാതെ ഭൗതിക കാര്യങ്ങളിൽ നമുക്ക് ആസക്തി പാടില്ല. വെറുപ്പ്, ഒന്നിനോടും വെറുപ്പ് നമുക്ക് പാടില്ല. വെറുപ്പും ഇഷ്ടം, വെറുപ്പ് ഇതെല്ലാം ദ്വന്ദ്ങ്ങളാണ്, ഡ്യുവാലിറ്റീസ് ആണ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മോചനം നേടാനായിട്ട് നമ്മൾ ഭഗവത്ഗീതയിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ സമചിത്തത കൈവരുത്തുന്ന കാര്യങ്ങളെല്ലാം പഠിച്ചു. ഒന്നുമില്ല, വളരെ അതിന് ആ രഹസ്യം ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ആകെ ചെയ്യേണ്ടത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. കലിയുഗത്തിൽ നമുക്ക് ചെയ്യാവുന്നത് ഇത്. നമ്മളെ ഒരു ഭാവം ഉൾക്കൊണ്ട് നമ്മൾ ഭഗവാന്റെ ദാസനാണെന്നുള്ള ഭാവവും, ഭഗവാൻ ഒരു സുപ്രീമാണ്, ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നുള്ള ആ ഭാവത്തോടെ നമുക്ക് ചൊല്ലാനായിട്ട് സാധിച്ചാൽ, അത് ഉൾക്കൊണ്ടാൽ നമുക്കത് സാധിക്കും. അപ്പൊ ഇത്രയും മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും പറയാണ് മന്ത്രം, ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്തേന തെക്തേന പുഞ്ചീത മാകൃത കസ്യസിത്തനം. ഇനി അതിന്റെ ഒന്നും കൂടി വിവർത്തനം വായിച്ചുക. പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും ഈശ്വരന്റെ ഉടമസ്ഥതയിലുള്ളതും ഈശ്വരനാൽ നിയന്ത്രിക്കപ്പെടുന്നതുമാണ്. ഇപ്പൊ നമുക്ക് ആദ്യം വായിച്ചതിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി ഇതിന്റെ അർത്ഥം വ്യക്തമാകുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്കായി നീക്കി വെക്കപ്പെട്ട അർഹമായ വസ്തുവകൾ മാത്രം സ്വീകരിക്കുക, മറ്റുള്ളവരുടെ ധനം ആഗ്രഹിക്കരുത്. ഇതാണ് ഈശാവാസ്യ തത്വം, ഈശാവാസ്യ സിദ്ധാന്തം. ഇത് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. അത് പ്രാവർത്തികമാക്കണം. അത് മാക്കിയാൽ നമ്മുടെ ജീവിതം വളരെ, ഈ ഒറ്റ മന്ത്രം കൊണ്ട് തന്നെ നമുക്ക് ഭഗവത് ധാമത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്ന് ശ്രീല പ്രഭുപാദ് നമുക്ക് അദ്ദേഹത്തിന്റെ ഈ വിവർത്തനത്തിലൂടെ, ഭാവാർത്ഥത്തിലൂടെ നമുക്ക് ഉറപ്പ് തരുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ ഈശാവാസ്യ തത്വം പറയാൻ ശ്രമിച്ചു. എന്തോരം സാധിച്ചു എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ഈശാവാസ്യ ഉപനിഷത്തിലെ 1-ാം ശ്ലോകം വളരെ നന്നായിട്ട് വിശദീകരിച്ച് പ്രഭു നമുക്ക് പറഞ്ഞു തന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. സംശയമൊന്നും ചോദിക്കാനുള്ള അറിവൊന്നുമില്ല. പക്ഷേ ഈ 1 മണിക്കൂർ പ്രകമ്പനം കൊള്ളിപ്പിക്കുന്ന ക്ലാസ് ആയിരുന്നു. എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മലവെള്ളം ഒഴുകി വരുന്ന പോലെ കേട്ട് എനിക്ക് കുറിച്ചെടുക്കാനും മലവെള്ളം ഒഴുകി പോയ പോലെ പോയോ? കുറെ കാര്യങ്ങൾ സാധാരണ നോട്ട് ചെയ്ത് പോകാൻ പറ്റും. ഇത് നോട്ട് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. കാരണം ഒന്ന് പറയുന്നത് അതിനെ ഓരോ പോയിന്റ്സും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നു. സ്പീഡ് കൂടിപ്പോയി എന്നല്ല പറയുന്ന ഓരോ കാര്യങ്ങൾ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നു. എനിക്ക് ഈ ക്ലാസ് ഒന്നുകൂടെ വീഡിയോ കേൾക്കണം എന്ന് തോന്നുന്നു. എന്നാലേ എനിക്ക് കുറെ കാര്യങ്ങൾ പെട്ടെന്ന് സംശയമൊന്നുമില്ല. ഭയങ്കര എന്താ പറയാ, എനിക്ക് പറയാറിയില്ല അത്രയ്ക്ക് ഇതായിട്ട് കേട്ടത്. എന്റെ കഴിവല്ല ഇത് പറഞ്ഞിരിക്കുന്നത് എന്തിനാണെന്ന് അറിയോ? ഈശോപനിഷത്ത്. ഈ ഒറ്റ പുസ്തകമാണ്. ഇതിനകത്ത് പ്രഭാതന്റെ 2-3 പേജ് ഭാവാർത്ഥം മാത്രമാണ് എന്റെ സ്ലൈഡ്. ഒന്നും എന്റെ കയ്യിൽ നിന്ന് ഇട്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കേൾക്കണം ഈശോപനിഷത്ത്. ഞാൻ വായിച്ചിട്ടും ഇല്ല. അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് വായിക്കാന്ന് ദീനനാഥ് പ്രഭുവിന്റെ ക്ലാസ് കേട്ടപ്പോ ഇങ്ങനെ വായിക്കണം എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഫസ്റ്റ് ശ്ലോകം ക്ലാസ് കഴിഞ്ഞിട്ട് വായിക്കാന്ന് പറഞ്ഞു വെച്ചു. പക്ഷേ വണ്ടർഫുൾ എന്നൊന്നുമില്ല. എനിക്ക് ഭയങ്കര മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നുന്നു. എനിക്ക് ഒന്നുകൂടെ ഇതിന്റെ വീഡിയോ കേട്ട് വേണം എനിക്കത്. ഞാനിങ്ങനെ അന്തം വിട്ട് നിന്നു പോവുകയാണ് ഈ ക്ലാസ് കേട്ടിട്ട്. അത്രയും നല്ല ക്ലാസ്. അപ്പൊ എനിക്ക് ഇനി വരുന്ന ക്ലാസ്സുകളൊക്കെ ഒരെണ്ണം സാമ്പിള് തന്നെ ഭയങ്കര നല്ലത്. അപ്പൊ അത്രയും നല്ല, എനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. മന്ത്രത്തിന്റെ ശക്തി ഇത് വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്. യഥാർത്ഥ സ്രോതസ്സാണ്. യഥാർത്ഥ പരമ്പരയിലുള്ള ശ്രീല പ്രഭുപാദരിൽ നിന്നാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അതാണ് ഇതിന്റെ ശക്തിയാണത്. അത് ആ ഒരു പരമ്പരയുടെ ശക്തിയാണ്. അപ്പൊ നമ്മളെല്ലാവരും സന്തോഷിക്കണം. കാരണം വെച്ചാൽ നമ്മളുടെ ഭാഗ്യമാണ്. പ്രഭുപാദരുടെ ആ ഒരു കരുണ, അതിനകത്തേക്ക് നമുക്ക് കണക്ട് ചെയ്യപ്പെടാൻ സാധിച്ചത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. ഈ ക്ലാസ് കേൾക്കാൻ പറ്റിയതും എല്ലാം ഭയങ്കര ഭാഗ്യവും സൗഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പൊ അതുകൊണ്ട് സംശയം ഒന്നും ചോദിക്കാനില്ല, അറിയില്ല. സംശയം എപ്പോഴെങ്കിലും ചോദിക്കാം.
ഇനിയും കേൾക്കാനായിട്ട് ഇനിയും കാത്തിരിക്കുന്നു. 18 ബാക്കി കിടക്കുന്നു. 17 ശ്ലോകങ്ങൾ എല്ലാ ക്ലാസ്സും മുടങ്ങാതെ അറ്റൻഡ് ചെയ്യും മാതാജി. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. അതിലുള്ള എല്ലാവരും ഇതുപോലെ തന്നെ ക്ലാസ് എടുത്ത് പറഞ്ഞു തരും. അപ്പോ എല്ലാവർക്കും ഈ 18 മന്ത്രം പഠിക്കുകയും അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാം? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. യെസ് മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാത്രമേ ഉള്ളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ ദിനകർ. Yes. സോറി, എനിക്ക് വീഡിയോ ഓൺ ചെയ്യാനുള്ള സ്ഥിതിയല്ല, അതുകൊണ്ട് ഞാൻ ഓൺ ചെയ്യുന്നില്ല. ആദ്യം തന്നെ പ്രഭുവിന് വളരെയധികം നന്ദി പറയുന്നു. ഇത്രമാത്രം ഭംഗിയായിട്ട് ഈ ഒന്നാമത്തെ ശ്ലോകം വളരെ പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാം. എന്നാലും അതിനേക്കാളും നമുക്കറിയാവുന്നതിനേക്കാളും എത്രയോ വിസ്തൃതമാണ്, എത്രയോ മാത്രം ആഴമുള്ളതാണ് ഈ ശ്ലോകം, അതിൻ്റെ അർത്ഥം എന്നുള്ളത് പ്രഭു വളരെയധികം ഭംഗിയായിട്ട് പ്രഭുപാദന്റെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ വിസ്തീരിച്ച് തന്നു. ഇതിന് വളരെ നന്ദിയുണ്ട്. അപ്പൊ ഞാൻ ആക്ച്വലി മാതാജിയുടെ ഒരു ചോദ്യത്തിന് ഒന്ന് ജസ്റ്റ് ആ കമന്റിന് ഒരു കാര്യം ജസ്റ്റ് പറയാനായും കൂടി ആഗ്രഹിക്കുന്നു. അതായത് നമ്മള് ഈശോപനിഷത്ത് പഠിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്, ജസ്റ്റ് കേൾക്കാനല്ല. ഓക്കെ, പഠിക്കാനാണ്, അത് മനസ്സിലാക്കാനാണ്. അപ്പൊ അതിനായിട്ട് എൻ്റെ വളരെ വിനീതമായിട്ടുള്ള അഭ്യർത്ഥന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും നമുക്കറിയാം അടുത്ത പോർഷൻ എന്താ, അടുത്ത ക്ലാസ്സിന്റെ ടോപ്പിക് എന്താണെന്ന് അറിയാം. അപ്പൊ അത് ഒരു തവണ വായിക്കുക. ഒരു പക്ഷെ നമുക്കൊന്നും മനസ്സിലായില്ല ഇരിക്കും, സാരമില്ല, വരിക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക, വളരെ സിൻസിയറായിട്ട് അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം ക്ലാസ്സിന് ശേഷം വീഡിയോ ഇടുന്നുണ്ട്, അപ്പം അത് അറ്റൻഡ് ചെയ്യാം. അതിനിടയ്ക്ക് ഈ ക്വസ്റ്റ്യൻസ് വരും, ക്വിസ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ആദ്യം നോക്കുക, എനിക്ക് ഇതിൽ ഞാൻ ഒരു തവണ വായിച്ചു, ഞാനിത് ഒരു തവണ കേട്ടു, ക്വിസ് ഈ ലെക്ചർ കേട്ടു, എനിക്ക് എന്തെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എത്രമാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് ഈ ക്വസ്റ്റ്യൻസ് മനസ്സിൽ വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടി വായിക്കുക. ഓക്കെ, ആ സമയത്ത് നമുക്ക് വീഡിയോ വീണ്ടും കാണാനായിട്ട് സാധിക്കും. എത്ര തവണ വേണമെന്നുണ്ടെങ്കിലും. ഇത് പരീക്ഷ, യൂണിവേഴ്സിറ്റി പരീക്ഷയൊന്നുമല്ല. ഓക്കെ, നിങ്ങൾക്ക് എത്ര തവണ വേണമെന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും കേൾക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പുസ്തകം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും റെഫർ ചെയ്യാം. ക്വിസ് നോക്കുക. അപ്പൊ അതിലുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം ഏകദേശം ഈ 3-4 കാര്യങ്ങൾ, അതായത് ആദ്യം വായിക്കുക, ക്ലാസ് കേൾക്കുക, പിന്നീട് വായിക്കുക, വീഡിയോ കാണുക, ക്വിസ് ആൻസർ ചെയ്യുക, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് ഈ 2 ശ്ലോകങ്ങള് തറവായിരിക്കും. അത് എന്താണ് പ്രഭാതം, എന്താണ് പറഞ്ഞിരിക്കുന്നത്, തറവായിരിക്കും. നിങ്ങൾക്കും ഇതേപോലെ പറയാനായിട്ട് സാധിക്കും, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സ്. ഞാൻ മാതാജിക്ക് അതൊന്നും പറഞ്ഞു കൊടുത്തതാണ്. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു, താങ്ക് യു. ഞാൻ അങ്ങനെ ചെയ്യാം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വളരെ നന്ദി. എത്രയോ നല്ല ക്ലാസ് ആയിരുന്നു. കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും? എനിക്ക് ഒരു റിക്വസ്റ്റ് എല്ലാവരോടും ഉള്ളത്, നിങ്ങളുടെ മൊബൈൽ പേര് കാണിക്കുക. ഈ മൊബൈലിന്റെ നമ്പറോ അല്ലെങ്കിൽ ഇപ്പോൾ 1338 രാധായം, പിന്നെ അതുപോലെ ഉള്ള നമ്പേഴ്സ് ഇതിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിപ്പോൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആരാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലും, നിങ്ങൾക്ക് ഒരു പ്രോത്സാഹനമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവിടെ വന്നു, ഞായറാഴ്ച എല്ലാവരും പങ്കെടുത്തു, എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനിയും പ്രോത്സാഹനം കിട്ടണമെങ്കിൽ നമുക്കിങ്ങനെ നമ്പർ ഇട്ടാൽ നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇപ്പോൾ ഒരു നമ്പർ ഉണ്ട്, നത്തിങ് A142, ആരാന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അതുപോലെ അവരുടെ പേരൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒറിജിനൽ പേര് ഇടുക അവിടെ. അപ്പോൾ നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അനുസരിച്ചിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അത് എല്ലാവരും ഫോളോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു, ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. വണ്ടർഫുൾ ക്ലാസ് പ്രഭു. നോ വേർഡ്സ്
ടു എക്സ്പ്ലെയിൻ. അത്രയും നന്നായിട്ട് താങ്ക് യു ക്ലാസ് മാതാജി. എടുത്തു. ഇത് പ്രഭുപാദരുടെ അനുഗ്രഹം, നിങ്ങളുടെ സത്യം പ്രഭു. വൈഷ്ണവരുടെ സീനിയർ അതല്ലാണ്ട് വൈഷ്ണവരുടെ. അതുപോലെ പ്രഭു അതൊരു ക്രീമായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും സാരാംശവും വേദാന്തത്തിന്റെ ഇതും മഹത്വവും ഭഗവത്ഗീതയും എല്ലാം അതില് ഉൾപ്പെടുത്തിയിട്ട് ആ ക്രീമാണ് നമുക്ക് തരുന്നത്. അപ്പൊ അത് നമുക്ക് കഴിക്കാനോ അല്ലെങ്കിൽ അത് സ്വാലോ ചെയ്യാനോ വളരെ എളുപ്പമായിരിക്കും. നന്നായിട്ട് നല്ല മനസ്സോടെ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ വിനയമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഹംബിൾനെസ് നമ്മൾ ഇത് പഠിക്കാൻ ഇത് വേണം. അത്രേ ഉള്ളൂ. അപ്പോ ഭഗവാന്റെ കൃപയും പ്രഭുപാദരുടെ കൃപയും ഒക്കെ നമുക്ക് ഉണ്ടാവും. വളരെ നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. താങ്ക് യു. ഞാൻ പ്രഭുപാദർ കുക്ക് ചെയ്ത് വെച്ചത് എടുത്ത് വിളമ്പിന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഹരേ കൃഷ്ണ. അതെ, അത്രേ അത്രേ ഉള്ളൂ, സത്താണ് നമുക്ക് അത്രേ ഉള്ളൂ. ഞാനൊന്നും ചെയ്തിട്ടില്ല തരുന്നത്. സത്യത്തിൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറയൂ. എനിക്കൊരു ബന്ധുവാണ് ഈ സൂമിന്റെ ലിങ്ക് എനിക്ക് അയച്ചു തന്നത്. എന്റെ നമ്പർ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ആഡ് ചെയ്യാൻ പറ്റുമോ? ആ ഷുവറായിട്ട്. നമ്പർ ഒന്ന് പറയൂ. 75610 75610 83 620. പേരെന്താ? പേര് സജു എന്നാണ്. ശരിക്കും ഞാൻ ഓക്കെ വിദേശത്തായിരുന്നു, അവിടെ ഖത്തറിലായിരുന്നു. അവിടെ ഞാൻ കുറെ ഓക്കെ 2015 തൊട്ട് 20 വരെ 5 വർഷത്തോളം ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഐസ്കോണ്ടെ. ഓക്കെ 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 പിന്നെ ഓക്കെ. നാട്ടിൽ വന്നതിന് ശേഷം അതിനുള്ള സൗകര്യം ഇല്ലാത്ത കാരണം ഭയങ്കര ഒരു ഇതിലായിരുന്നു. താങ്ക് യു. അപ്പൊ എന്തായാലും ഇതിന്റെ ഒരു ബന്ധു അയച്ചു. തീർച്ചയായിട്ടും നമ്മൾ ചേർക്കുന്നതാണ്. താങ്ക് യു മാതാജി. ഓക്കെ പ്രഭുജി എവിടെയാണ് താമസം? ഞാൻ എറണാകുളത്ത് ആമ്പല്ലൂർ എന്ന് പറയും. ആമ്പല്ലൂർ. ഓക്കെ ഓക്കെ. ആ, മുളന്തുരുത്തിയുടെ അടുത്ത്. അതെ. ഞങ്ങള് ഇപ്പൊ എല്ലാരും കുടുംബമായിട്ട് എല്ലാരും ജപവും എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അതൊന്നും വിട്ടിട്ടില്ല. നാമജപം. ഈ ആമ്പല്ലൂരിന്റെ അടുത്ത് ഒരു മനോജ് ഉണ്ട്. അദ്ദേഹം വിദേശത്തായിരുന്നു. അല്ല, രാധികേശ പ്രഭുവിനെ അറിയാമല്ലോ. ഷിജു പ്രഭുവിന്റെ റിലേറ്റീവ് ബ്രദർ എന്തോ ആണ് മനോജ്. എനിക്ക് അത്രയും അത്ര ഓർമ്മ. കഴിഞ്ഞ ദിവസം വന്നിരുന്നു, രഥയാത്രയ്ക്ക് വന്നിരുന്നു അദ്ദേഹം, മുളന്തുരുത്തി ആ ഭാഗത്ത്. ഓക്കെ, നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ഇവർക്കൊക്കെ. അപ്പോ അവിടെ തന്നെ അവർക്ക് ഒരു സത്സംഗം ആവാം. അനിലവതി പ്രഭു ഉണ്ട്. ഞാൻ കുറെ ആൾക്കാരോട് ഒക്കെ അന്വേഷിച്ചിരുന്നു. ഒരു സത്സംഗം ഇവിടെ ഏരിയയിൽ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ഉണ്ട്. ആക്ച്വലി നമ്മുടെ ഒരു സീനിയർ ഡിവോട്ടി കൂടെ ഉണ്ട് ആ സൈഡില്, ആമ്പല്ലൂരിൽ. എൻ്റെ അടുത്ത് അനിലവതി പ്രഭു അവിടെ അനിൽ പ്രഭുവിന് ഞാൻ പരിചയപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. പുള്ളി വീട്ടിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. എനിക്ക് ഭാഗവതം ഒക്കെ എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ പക്ഷെ ക്ലാസിന്റെ കാര്യത്തിലൊന്നും തീരുമാനമായില്ല എന്നാ പുള്ളി അവസാനമായിട്ടും പറഞ്ഞത്. ഈ ഏരിയയിലും അതെ. അദ്ദേഹം കുറെ ബിസിയാണ്, അതുകൊണ്ടായിരിക്കും പറഞ്ഞത്. എനിവേ, വളരെ സന്തോഷം പ്രഭു. ആരാണെങ്കിലും നമുക്ക് ഈ ഭഗവാന്റെ തത്വങ്ങളെ അല്ലെങ്കിൽ പ്രഭുപാദരുടെ തത്വങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി തരാൻ നമ്മുടെ കൂടെ കുറെ ഫാക്കൽറ്റീസ് ഉണ്ട്. അത് നമ്മള് ഈ പരമ്പരയോട് ചെയ്യുന്ന ഒരു സർവീസാണ് നമ്മള്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അറ്റൻഡും ചെയ്യുക. അത്രയേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് ഈശോപനിഷത്തിലെ ശ്ലോകം വിശദമാക്കി തന്ന പ്രഭുവിന് വളരെയധികം നന്ദി. ആൻഡ് താങ്ക്സ് ഫോർ ഓൾ ദ കമന്റ്സ് ആൻഡ് അപ്രീസിയേഷൻസ്. നമുക്കിനിയും വൈൻഡപ്പ് ചെയ്യാം. നരസിംഹ പ്രാർത്ഥനയെ ചൊല്ലാം. നമസ്തേ നരസിംഹായ പ്രഹ്ലാദാഹ്ലാദദായിനി ഹിരണ്യകാശിപൂർവക്ഷഃ ശീലഢൻകാനഖാലായേ തോ നരസിംഹ പരതോ നരസിംഹ യतो യാമി തतो നരസിംഹ ബഹിർനരസിംഹ ഹൃദയേ നരസിംഹ നരസിംഹമതിം ശരണം പ്രപദ്യേ തവ കരകമലവരേ നാഘ
अद्भुत शृंगार ललिता हिरण्यकशिपु तनुभृङ्गा केशवधृता नरहरिरूपा जय जगदीश हरे जय जगदीश हरे जय जगदीश हरे जय नरसिंहदेव जय नरसिंहदेव जय नरसिंहदेव जय नरसिंहदेव जय नरहरि जय नरहरि जय नरहरि जय नरहरि जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह जय प्रहलाद महाराज जय प्रहलाद महाराज जय प्रहलाद महाराज जय प्रहलाद महाराज जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव निताय गौर हरि बोल हरि बोल हरि बोल निताय गौर हरि बोल ഹരേ കൃഷ്ണ. ഇനി അടുത്ത ക്ലാസ് ഫ്രൈഡേ ഇതേ സമയത്ത്. എല്ലാവർക്കും ഹരേ കൃഷ്ണ.